ഒന്നാമതായി നമുക്ക് വേണ്ടത് ഹിദായത്താണ്. അതുകൊണ്ടാണ് 5 വഖത്ത് നേരങ്ങളിൽ, സമയങ്ങളിൽ യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്ന് ദുആയിരക്കാൻ കാരണം ഹിദായത്ത്. അല്ലാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ. ആ ഹിദായത്ത് ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ ഇദാ നസലത്തിൽ ഹിദായത്തു ഖൽബാ നശീതത് വഖലഅത് ലഹൽ അഅ്ലാഉ. ഹിദായത്ത് മനസ്സിലായി കഴിഞ്ഞാൽ, ഹൃദയാന്തരങ്ങളിൽ ഹിദായത്ത് ഊട്ടിയുറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും അവര് കാര്യമാക്കുന്നില്ല. എല്ലാ അവയവങ്ങളും ആ രൂപത്തിലാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ ഒരു ഭാഗത്തേക്ക് ഗവർണറായി തീരുമാനിച്ചു. ആദ്യം അവിടുന്ന് ഈജിപ്തിന്റെ ഗവർണറായിരുന്നു. അങ്ങനെയാണ് അവിടെ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുങ്ങി ഒരുപാട് അപകടകരമായ കൊല്ലം തോറും നടന്നു വരുന്ന ഒരു പ്രതിഭാസത്തിന് സാക്ഷിയായപ്പോ ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എഴുത്തെഴുതിയപ്പോ പുഴക്ക് അങ്ങോട്ട് കത്തെഴുതി നടത്തിയ സംഭവം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ സൂചിപ്പിക്കാൻ ഇപ്പോൾ സമയമില്ല. ഏതായിരുന്നാലും അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഗവർണറായി പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞയച്ച് അവിടെ കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കണം. ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഒരു കുന്ന് നിരത്തി താഴോട്ടിങ്ങനെ ഇടുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഒരു 15കാരന്റെ ജനാസ കിടക്കുന്നത് കണ്ടു. ഒരു ജഡം, ഒരു മയ്യത്ത്. ഈ മയ്യത്ത് ഇങ്ങനെ കിടക്കുന്ന നല്ല ഉഷാറായി കിടക്കുന്നുണ്ട്. ഒരു കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു താമിർ എന്ന് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉടനെ ആളെ വിട്ട് ഉമർ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, എന്താണ് ഇങ്ങനൊന്ന് കാണുന്നുണ്ട്, എന്ത് ചെയ്യണം? അവിടുന്ന് ഖബർ അങ്ങനെ തന്നെ അടക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഈ അബ്ദുല്ലാഹി ഇബ്നു താമിർ എന്ന് പറയുന്ന കുട്ടി ആരാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അൻഅദാത്തുൽ വുഖൂദ്, ഒരുപാട് ആളുകൾ ആദർശം അംഗീകരിച്ചതിന്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കൂട്ടത്തിൽ അന്നുള്ള ദുർഭരണാധികാരി കൊല ചെയ്ത ഒരു 15കാരനാണ്. അതേ ഭരണാധികാരി സിഹിർ പറകാൻ, മന്ത്രി സിഹിർ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ ആ പഠനത്തിന് പകരം ദീനീ മേഖലയിലേക്ക് എത്തി കറാമത്ത് പ്രകടിപ്പിച്ച വ്യക്തിയാണ്. ആ കാരണം ആമന്നാ ബിറബ്ബിൽ ഗുലാം, ആമന്നാ ബിറബ്ബിൽ ഗുലാം. ഈ കുട്ടിയെ ആദ്യം കടലിൽ കൊണ്ടുപോയി താഴ്ത്താൻ നോക്കി, കൊണ്ടുപോയവർ അപകടത്തിൽപ്പെട്ടു. മലയുടെ മുകളിൽ നിന്ന് താഴെ എറിഞ്ഞു നോക്കി, എറിയാൻ കൊണ്ടുപോയവർ അപകടത്തിൽപ്പെട്ടു. അവസാനം ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് എന്നെ അമ്പെയ്താലേ ഞാൻ മരണപ്പെടൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു മരത്തിന്റെ മുകളിൽ കൂട്ടിക്കെട്ടിയിട്ട് അവിടുത്തെ നെഞ്ചിലേക്ക് അമ്പെയ്ത് കൊലപ്പെടുത്തിയതെങ്കിൽ ആ കൊലപ്പെടുത്തിയ കുട്ടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ
ഈ ഏറ്റവും സുരക്ഷിതമായ രൂപത്തിൽ സേഫ്റ്റിയോടുകൂടെ കടന്നിരുന്ന ജനാസ എന്ന് ചരിത്രത്തിൽ കാണാം. പറഞ്ഞു വന്നത്, ആ നിലക്ക് പ്രയാസം സഹിച്ച ആളുകൾ എന്തേ രംഗത്ത് വരാൻ കാരണം, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹായുടെ ശരീരഭാഗങ്ങളിലൂടെ ഇരുമ്പ് അകത്തേക്ക് തുളച്ചു കയറുമ്പോ എന്തേ അവിടുന്ന് ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോരാതിരിക്കാനുള്ള കാരണം, ഇദാ നസലത്തിൽ ഹിദായത്തു ഖൽബാ നസീതത് വഖളഅത് ലഹൽ അഅ്ലാഉ. ഒരാളുടെ മനസ്സിൽ ഹിദായത്ത് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഇതര ഭാഗങ്ങൾ പിന്നീട് അതനുസരിക്കുകയാണ്. ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, മോശമായാൽ ശരീരം മുഴുവനും മോശമായി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഹിദായത്ത് വേണം. എങ്ങനെയാണ് ഹിദായത്ത് കിട്ടുക? ഖുർആൻ പറയുന്നു, വഇന്നാ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൂ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. വഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, സഹാബത്തെ, നിങ്ങളുടെ ജീവിതചര്യ ആരാണോ മുറുകെ പിടിക്കുന്നതെങ്കിൽ, നിങ്ങളെ ആരാണോ പിൻപറ്റുന്നതെങ്കിൽ, ആ പിൻപറ്റുന്നവരാണ് ഹിദായത്ത് ലഭിക്കുന്നവർ. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. മുമ്പ് സൂചിപ്പിച്ചല്ലോ, 1,00,000 ചില്ലാനം സ്വഹാബത്ത് മുത്തുനബിയുടെ വിയോഗ സമയം ഉണ്ട്. ഈ മഹാന്മാരായ ഒരാൾ സ്വഹാബിയാകുക എന്നുള്ളതിന്റെ പ്രത്യേകത എന്താ? ഒരാൾ 99 കൊല്ലം തെറ്റ് ചെയ്ത്, മദ്യപിച്ച്, മോഷണം നടത്തി, വ്യഭിചരിച്ച്, തോന്നിവാസം മുഴുവനും പ്രവർത്തിച്ച ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു, അവിടുത്തെ കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് ആ സെക്കൻഡിൽ തന്നെ മരണപ്പെട്ടു. ഒരിറക്ക് വെള്ളം സദഖ ചെയ്തിട്ടില്ല, ഒരു കാരക്ക മറ്റൊരാൾ കൊടുത്തിട്ടില്ല, ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാത്ത ഇയാൾ എന്താ ചെയ്തത്? 99 കൊല്ലം തെറ്റ് മാത്രം ചെയ്തു. പിന്നെയോ നബി തങ്ങളുടെ അടുക്കൽ വന്നു, അസ്സലാമു അലൈക്കും, എന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി. ആ ഷഹാദത്ത് കലിമ രണ്ടും ചൊല്ലി ആ സ്പോട്ടിൽ മരണപ്പെട്ടാൽ അയാളുടെ സ്ഥാനം എത്രയാണ്? മഹാനരായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനേക്കാൾ, മഹാനരായ മാലിക് ഇമാമിനേക്കാൾ, ശാഫി ഇമാമിനേക്കാൾ, താബിഈങ്ങളെക്കാൾ, അവരെക്കാളൊക്കെ വലിയ സ്ഥാനാണ് ഇവർക്കുള്ളത്. അത്ര പവറാണ് സ്വഹാബത്ത്. ഈ സ്വഹാബത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാ മിഅ്റാജിന്റെ അന്ന് പോയപ്പോ ഈസാ നബിനെ കണ്ടീന്നില്ലേ? അല്ലേ? കണ്ടിട്ടില്ലേ? കണ്ടു. ഈസാ നബി സഹാബിയ? പറ്റൂല. ബഹുമാനപ്പെട്ട ഖളർ അലൈഹിസ്സലാം, ഖളർ നബിയുമായി റസൂലുള്ളാഹി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖളർ നബിനെ ആരെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ കാണുന്നും പറയുന്നുണ്ട്. അങ്ങനെ ഖളർ അലൈഹിസ്സലാമിനെ ഒരാൾ കണ്ടാൽ അയാൾക്ക് താബിഈ എന്ന് പറയാൻ പറ്റുമോ? സഹാബത്തിനെ കണ്ട ആരായി? താബിഈയായി. അപ്പൊ താബിഈ അങ്ങനെയാണ് പറഞ്ഞൂടെ? ഈസാ നബി അലൈഹിസ്സലാം നബി തങ്ങളെ കണ്ടു എങ്കിലും സഹാബിയാണെങ്കിൽ അതിനേക്കാൾ വലിയ സ്ഥാനമുണ്ട്. എന്താ വലിയ സ്ഥാനം? പ്രവാചകനാണ്, നബിയാണ്. ആ സ്ഥാനമുണ്ട്. ഉലുൽ അസ്മുകളിൽപ്പെട്ട ആളാണല്ലോ മഹാനരായ നബിയുല്ലാഹി ഈസാ. അന്ന് പറഞ്ഞ നമ്പർ വേറെയാണ്. ഉലുൽ അസ്മ് 5 ആളുകൾ, അത് വേറെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകൾ അങ്ങനെ ഇഷ്കാലാക്കിയിട്ടുണ്ട്. ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ ഇവിടുന്നാണ് പോയാൽ പിന്നെ ഇങ്ങനെ വിളിയായിരിക്കും. പല ആളുകളും പലയിടത്തുനിന്നും വിളിക്കലുണ്ട്. അവ ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ ഖളർ അലൈഹിസ്സലാമിനെ ഒരാൾ കണ്ടാൽ താബിയാകാൻ പറ്റുമോ?
താബിഈയാകണമെങ്കിൽ ആ നൂറ്റാണ്ടിൽ ജീവിക്കുക എന്നത് കൂടെ ഉണ്ട്. സഹാബിയാകണ പോലെയല്ല. അപ്പൊ ആ നൂറ്റാണ്ടിലല്ലാത്തത് കൊണ്ട് താബിഈ അലി തബഉ താബിഈ എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ ചില ആളുകൾക്ക് ചില അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ ഷെയ്ഖിന്റെ ഷെയ്ഖ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്താ ഇബ്നു ഹജർ തങ്ങളുടെ ഷെയ്ഖ് ഒരു ജിന്നാണ്. ആ ജിന്നിന്റെ ഷെയ്ഖ് ജിന്നുകളിൽപ്പെട്ട വേറെ പണ്ഡിതനാണ്. അയാളെ ഷെയ്ഖ് ഒരു സഹാബിയാണ്. ആ സഹാബിന്റെ ഷെയ്ഖ് മുത്തുനബിയാണ്. അങ്ങനെ ചില ആളുകൾക്ക് ചില അവസരങ്ങൾ ഉണ്ടാകാം. അവ ചുരുക്കി പറഞ്ഞാൽ ഇവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തെ കിറാമിനെ ചീത്ത പറയാൻ പാടില്ല. ആ സഹാബത്തിനെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. കാരണം മഹാന്മാരായ സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു അവര് കൃത്യമായി നബി തങ്ങളെ പിൻപറ്റിയിരുന്നവരാ. ആ സഹാബത്തിനെ സ്നേഹിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അസ്ഹാബി അമനത്തുൽ ഉമ്മത്തി കന്നുജൂമി ഫിസ്സമാ. വാനലോകത്തുള്ള നക്ഷത്രങ്ങളെ പോലെയാണ് മഹാന്മാരായ സ്വഹാബത്തെ കിറാം. വലിയ സ്ഥാനമുള്ളവരാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് സ്വഹാബികളെ സന്ദർശിക്കാൻ ഇടക്കിടക്ക് പോകുമായിരുന്നു. അവരിൽ നിന്ന് ഹദീസ് കേൾക്കുമായിരുന്നു. അവർക്ക് വലിയ മഹത്വമുള്ളവരാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ പള്ളിയിലേക്ക് കിടക്കാൻ അവ കുറെ താബിഈങ്ങൾ ഇങ്ങനെ ഓരോ ചർച്ച ചെയ്യാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ കയറി അങ്ങനെ വടി കുത്തി. വടി കയ്യിൽ പിടിക്കുക എന്നുള്ളതൊരു സുന്നത്താണ്. അത് പ്രായമായിക്കൊള്ളണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് വടി പിടിക്കുക എന്നുള്ളത്. അത് നബി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴും കുറെ ചെറുപ്പക്കാരായ അറബികളുടെ കയ്യിലൊക്കെ കാണാൻ ചിലപ്പോൾ എന്താണ് വടി പിടിക്കുക എന്നുള്ളത്. ആ വടിപിടുത്തം എന്നുള്ള ഒരു സംസ്കാരമാണ്. ഖതീബ് മിമ്പറിൽ കയറുമ്പോ മരത്തിന്റെ ഒരു വാള്, ഇതിലെ മരത്തിന്റെ ഒരു വാള് പാതിയായിട്ട് പള്ളിക്കന്നവനോട് പറഞ്ഞു നടാട വന്നവനെ വെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്തിനാന്ന് ചോദിച്ചപ്പോ ഇറങ്ങി വണ്ടിയായിരുന്നു. അതിനുള്ളതാണത് അല്ലല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചൊരു വടിയാണ്. ചില ആളുകൾ പറയാറുണ്ട് അങ്ങനെ സുന്നത്ത് തന്നെയല്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല, അത് വെറുതെ ഓരോരുത്തരും ഒരു ആവശ്യമില്ലാത്ത പരിപാടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പർ ഉണ്ടാക്കിയതിന്റെ ശേഷവും വടി പിടിച്ചത് സഹീഹ് മുസ്ലിമിലുണ്ട്. മിമ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പേ വടി പിടിച്ചിരുന്ന അവർ പറയല്. മിമ്പർ ഉണ്ടാക്കിയതിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വടി പിടിച്ചിരുന്നു എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇങ്ങനെ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ അവസാനം ഖുതുബ ഓതുമ്പോ മിമ്പറിൽ നിന്ന് വിപ്ലവകാരികളായ ആളുകൾ വലിച്ചു താഴെ ഇറക്കി. കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി പൊട്ടിച്ചു. മുട്ടുംകാരം വെച്ചിട്ട് ഠ എന്നാണ് പൊട്ടിച്ചു. ആ പൊട്ടിച്ച വടി ഏതാ? അല്ലത്തി യഅ്തമിദു അലൈഹാ ഫി ഖുതുബതിഹി വകദാ അബൂബക്കറിൻ വഉമറു. ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓലൊക്കെ പിടിച്ച വടിയാണ് അലി റളിയല്ലാഹു അൻഹു പിടിച്ചത്. അതുകൊണ്ടാണ് ഖതീബിനെ പിരിച്ചുവിട്ടാലും പിരിഞ്ഞോയാലും വടിനെ പിരിച്ചുവിടലില്ല. അത് പണ്ട് ഉണ്ടായെന്ന് അന്നത്തുള്ളതാണ്. ഇല്ലല്ലോ, നമ്മളെ മിമ്പർമത്ത വടി ഉണ്ടാവൂല, വാള് ഇല്ല ഇവിടെ ആ സംഗതികൾ എന്താണ്? അത് പഴയ കാലത്ത് തന്നെ അല്ലേ, മിമ്പർ ഉണ്ടാക്കുന്ന കാലത്ത് ഉണ്ടാക്കുന്നതാണ്. അതല്ലാതെ അതുകൊണ്ടാണല്ലോ ഒരാളെന്താണ് ഈ ഖുതുബ ഓതിക്കഴിഞ്ഞാൽ എന്താവും, മുഅദ്ദിന്റെ അടുത്ത് വടി കൊടുക്കും. എന്താ അയാൾക്ക് തന്നെ അവിടെ വെച്ചാൽ എന്നിട്ട് മൂപ്പരാണ് എന്തായാലും മിമ്പർ വെക്കല്. ഇറങ്ങണ നേരത്തെ തന്നെ അവിടെ വെച്ചു വന്നാൽ പിന്നെ ഇങ്ങനെ ഒരു മാഞ്ഞാളം കാട്ടേണ്ടതുണ്ടോ എന്ന് ചോദിക്കലുണ്ട്. അത് ഖുർആൻ പറഞ്ഞ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹാ എന്നാണ്. ഒരാളൊരു സാധനം തന്ന പോലെ തന്നെ അമാനത്ത് തന്ന അവളെ തന്നെ ഏൽപ്പിക്കണം എന്നാ. അപ്പൊ ഒരാളെന്താണ് അങ്ങനെ ഇയാളെടുത്ത് കൊടുത്തില്ലായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം കുത്തുബോധാൻ വരുന്ന നേരത്തെ എന്താണ് അയാൾ തിരിച്ചും കൊടുത്തില്ലായിരുന്നു. അപ്പൊ എവിടെയെന്ന് വെച്ചപ്പോ കഴിഞ്ഞാഴ്ച തന്നത് കൊണ്ടുവരും ഇതെല്ലാ ആഴ്ചയും ചെത്തി കുറിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചു പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാല് അങ്ങനെയാണ്. അപ്പോ ഈ വടി എന്ന് പറയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിടിച്ച ആ വടി ഉണ്ടല്ലോ, അത് അബൂബക്കർ സിദ്ദീഖ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അവര് പിടിച്ചിരുന്ന വടിയായിരുന്നു. അപ്പോ ഒരിക്കൊക്കെ അതുകൊണ്ടാണ് ഫിഹാ മആരിബു ഖുറാ,
മഹാനരായ മൂസാ നബി അലൈഹിസ്സലാമിന് അമ്മോസനായ ശുഐബ് നബി അലൈഹിസ്സലാം കയ്യിൽ ഒരു വടി കൊടുത്തപ്പോ വമാ തിൽക ബിയമീനിക യാ മൂസ, എന്താണ് മൂസ കയ്യിലുള്ളതെന്ന് ചോദിക്കുമ്പോ ഹിയ അസായ, എന്റെ വടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം കുറെ വിഷയങ്ങൾ പറഞ്ഞ് എനിക്ക് ആ വടി കൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ നിർവഹിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിക്കുന്നു, ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ഖതീബുമാര് കയ്യിൽ വടിയേന്തുക എന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്ന ആ കാലഘട്ടത്തിലുള്ള സംസ്കാരമാ. അതുകൊണ്ടത് സുന്നത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ച ആ വടി അലി ഇബ്നു അബിച്ചില്ലേ ആ പൊടിച്ചെടുത്തെങ്കിലും പിന്നിട്ടില്ല. എന്നിട്ട് തുടയുടെ മുകളിലേട്ട് അങ്ങ് വെട്ടിമാറ്റുകയാണ് ചെയ്തത്. എന്തേ? ഒരു സുന്നത്തിന് വേണ്ടി പാരമ്പര്യമായി നിലനിർത്തിപ്പോന്നിരുന്ന ഒരു വിഷയത്തോടുള്ള നിലപാടാണ് ആ വ്യക്തിയുടെ കാല് പോകാൻ കാരണമായത്. കാരണം അല്ലാഹുവിന്റെ റസൂല് പിടിച്ചത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് പിടിച്ചു, സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചു, ആ മഹാനന്മാര് പിടിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും പിടിച്ചു. അതങ്ങ് പൊട്ടിച്ചു കളഞ്ഞപ്പോ ആ പൊട്ടിച്ചതിന്റെ കുരുത്തക്കേടാണ് അദ്ദേഹത്തിന്റെ കാലിന് സംഭവിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. പറഞ്ഞു വന്നത് വടി പിടിക്കുക എന്നത് വലിയ സുന്നത്തുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് അവിടുന്ന് വടി പിടിച്ചിരുന്നു എന്നതാണ്. അപ്പൊ വടി കയ്യിലുണ്ടാകുക എന്നുള്ളത് ഒരു സുന്നത്താണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ഇങ്ങനെ വടി പിടിച്ച് ഇങ്ങനെ കയറി വന്നു. അങ്ങനെ കയറി വന്നിട്ട് വടി ഒരു ഭാഗത്ത് ചാരി വെച്ചു. അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞു, സ്വർഗത്ത് കിടക്കണം നല്ലൊരാള്, അൽഹംദുലില്ലാഹ് കാണാൻ കഴിഞ്ഞല്ലോ, നോക്കിക്കോളീന്ന് പറഞ്ഞു. അവ എങ്ങനെ നോക്കി, അങ്ങനെ പതുക്കെ എങ്ങനെ വന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. പള്ളി കയറി 2 റക്അത്ത് നിസ്കരിക്കൽ ഒരു മര്യാദയാണ്, അല്ലെങ്കിൽ പള്ളി നമ്മളോട് ചൂടാകുന്നതാണ്. കാരണം മഅ്സറി ചെല്ലുന്ന സമയത്ത് പാലം കടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഏത്? പള്ളി അറിയുന്ന സാധനം. ഇപ്പൊ ഈ പഴയ കാലത്ത് നമ്മൾ ഈ പാടത്തു കൂടെ ഒക്കെ നടക്കുമ്പോഴേ കയായി ഉണ്ടാവും, ഇടയിൽ വെള്ളം പോണ ചാലുണ്ടാവും, വലിയ ചാല്. അപ്പൊ ആ വലിയ ഗ്യാപ്പ് ഉണ്ടാകുമ്പോ ഇങ്ങനെ ചാടണോ ചാടണ്ടേ എന്ന് ഇങ്ങനെ നിൽക്കും, ചാടി എത്തും. എന്നിട്ട് ചില ആൾക്കാർ ഇറങ്ങിയാണ് അപ്പുറത്ത് കിടന്നാവും അങ്ങനെ കയറി പോകലാണ്. ഇനി എന്താണ് വെറുതെ സൈലൻസർ കുത്തി വീകണ്ട എന്നുള്ള നിലയ്ക്ക് എന്താകലാണ്, അങ്ങനെ പോകലാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ ചാടണോ ചാടണ്ടേ. ഇതേപോലെ മീസാൻ എന്ന തുലാസ് ഏകദേശം ഇങ്ങനെ ബറാബറായി ഇങ്ങനെ നിൽക്കുന്ന ആള് തട്ടിമുട്ടിയാണ് കേച്ചിലായി. അവിടുന്നാണ് കേച്ചിലായപ്പോ പിന്നെ പാലം കടക്കണം. പാലാണെങ്കിലോ ഞാൻ നാളെ പറഞ്ഞ നീളമുള്ളതാ, 70,62,30,000 കിലോമീറ്റർ നീളമുള്ള ഒരു പാലം. അത്ര നീളമുള്ള ഈ പാലം ഇങ്ങോട്ട് കടക്കണം റബ്ബേ. അതാണെങ്കിലോ പെരുഞ്ചാതി കയറ്റാണ് കുറെ, പിന്നെ പെരുഞ്ചാതി നിരപ്പാണ്, പിന്നെ പെരുഞ്ചാതി ഇറക്കാണ്. എങ്ങനെ കയറുക? അക്കരക്ക് എത്തും വേണം. സ്വർഗത്തേക്ക് എത്താതെ ഞാൻ മയസറിയിൽ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞാൽ ആരും പറയില്ലല്ലോ. പിന്നെ അവിടെ എത്തും വേണം. അവ എങ്ങനെ നിൽക്കും? നിന്നിട്ട് പോണോ പോണ്ടേ എന്നിങ്ങനെ ആലോചിക്കുമ്പോ ഒരു മലക്ക് ഇങ്ങനെ വരും. എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഒയന്നോവർ നൃത്തം, എന്താ ഇപ്പൊ ഇങ്ങനെ നിൽക്കണമെന്ന് വെച്ചു. ഒന്നുമല്ല, അക്കരക്ക് പോണം. പക്ഷേ അക്കരക്ക് പോണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് ഇപ്പൊ മുമ്പിൽ കാണുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ദുനിയാവ് നിങ്ങൾ ഈ കടലിൽ കൂടി ആയിക്കൂടെ പോകലെങ്ങനെയാണ്? അപ്പോ ഹദീസിലുള്ളത് കപ്പലാന്നാണ്. നമ്മളാണെങ്കിലോ, നമ്മളോടാണ് അവിടുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിമാനത്തിൽ ഒന്നും പറയും. കാരണം വിമാനത്തിലാണല്ലോ നമ്മളെന്താണ് ഗൾഫുക്കൊക്കെ പോകല് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് വാഹനത്തിലാണ് ഇന്ന് അവിടെ കയറി. അങ്ങനെ നമ്മള് നിസ്കരിച്ച പള്ളി, ആ പള്ളി മുമ്പിലാണ് കൊണ്ടിരിക്കും. ടും അപ്പുറത്തേക്കാണ് ഇടും, ടും ഇപ്പുറത്തേക്കും. കാരണം വേറെ ആൾക്കാർ നിസ്കരിച്ചുകൊണ്ടാകുമല്ലോ, ഒലിക്കും വേണ്ട പോകല്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഈ മങ്കടക്ക് ജീപ്പിൽ ആളെ കയറ്റുന്നതായിരിക്കും വരെ സ്വർഗം എന്ന് പറഞ്ഞിട്ട് മലക്ക് വിളിച്ചൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എന്താകാണ്, ഇങ്ങനെ മലക്കുകള് വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ആ കൂട്ടത്തിലെങ്കിലും അള്ളപ്പെടുത്തട്ടെ. അല്ലാത്ത ആൾക്കാർ പെരിഞ്ചാതി പോക്ക്, ഓരോരുത്തർ അങ്ങനെ പോകന്നെ, ഭയങ്കര പോക്ക്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന്
സ്വർഗത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞെന്താണ്, സ്വർഗത്തേക്ക് എത്തേണ്ട വഴി ആലോചിച്ചിട്ടാണ്. ഒരാള് സ്വർഗത്തിൽ കടന്നാല് ആ ആ വന്ന വഴി ഉണ്ടല്ലോ അത് ആലോചിച്ചിട്ട് തിരിഞ്ഞു നോക്കൂലത്രേ. തിരിഞ്ഞു നോക്കല് 25,000 കൊല്ലം കഴിഞ്ഞിട്ടാ. ആദം നബി 98,000 കൊല്ലായിട്ടുള്ളേ. അപ്പൊ സ്വർഗത്തിൽ കടന്ന ഒരാള് ബാക്കിക്ക് തിരിഞ്ഞു നോക്കല് 25,000 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ 25,000 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോണ്ടാവും ഇത്ര പാലത്തും ഒരാൾ നിരങ്ങി 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 ഇങ്ങനെ ഇട്ടങ്ങേറായി വരുന്നു. അങ്ങനെ അങ്ങോട്ട് വന്നിട്ടും ആണ് ചാടി. ഇങ്ങോട്ട് ഫുദൈൽ ബിൻ ഇയാദ് അള്ളാഹിനോട് ദ്വാരക്ക, പടച്ചോനെ ആ ഒരാളെങ്കിലും ഇന്നാക്കണേ. ഇപ്പൊ നമ്മളെങ്ങനെ ദ്വാരക്കുക? ആ ഒരാളായിട്ടെങ്കിലും എന്നെ പരിഗണിക്കണേ എന്ന് മഹാനരായ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ദുആയിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്വർഗം നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ അവിടുന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് പോയി പറഞ്ഞു, അങ്ങ് സ്വർഗത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളെങ്ങനെ വിശ്വസിക്കുക? നിങ്ങൾ ദ്വാർക്കണം എനിക്ക് വേണ്ടി. എന്തെങ്കിലും നിങ്ങൾക്ക് വല്ലതും മുത്തുനബിയിൽ നിന്ന് അനുഭവമുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു സലാം അവിടുന്ന് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? എന്താണ് സ്വപ്നം? ഒരു പരന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിന്റെ നടുവിൽ ഒരു വലിയ മല, ആ മലയുടെ മുകളിൽ ഒരു വലിയ തൂണ്, ആ തൂണിന്റെ മുകളിൽ ഒരു വലിയ കൊടി. ഇതാ ഞാൻ കണ്ടത്. എന്നിട്ടോ ആ മലന്റെ മുകളിൽ ഞാനിങ്ങനെ കയറിയിട്ടോ ഞാനെങ്ങനെ കയറിയിട്ട് ആ തൂണിന്റെ മുകളിലുള്ള കൊടി എന്നോട് എടുക്കാൻ വേണ്ടി പറയുന്നു. എനിക്ക് കയറാൻ കഴിയൂല. ഇപ്പൊ എല്ലാവർക്കും തെങ്ങുമ്മ കയറാൻ കഴിയൂലല്ലോ. ചില ആൾക്കാർ പെരിഞ്ചാതി കയറ്റം കയറലുണ്ട്, കൗങ്ങുമ്മയും തെങ്ങുമ്മയൊക്കെ അല്ലേ. അപ്പോ കയറാൻ കഴിയൂല. അപ്പോ ഈ മലക്കുകൾ എന്നെ പിടിച്ച് ഇങ്ങനെ പൊന്തിച്ചു, ഷർട്ട് പിടിച്ച് അങ്ങനെ പൊന്തിച്ചു, ഇങ്ങനെ മേലക്കെത്തി ആ കൊടിമേ ആണ് മുറുക്കി പിടിച്ചപ്പോ കണക്കണം ഭൂമിയാണ് ഇളകിയിട്ട് ഈ മല മുഴുവനും പൊളിഞ്ഞാടുന്നു. ഞാനും ഈ തൂണും ബാക്കിയുണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ഇങ്ങനെ ഒന്ന് കണ്ടു നബിയെ. ഉണർന്നു നോക്കുമ്പോൾ എന്റെ കയ്യില്ല, കയറുണ്ട്, മലല്ല, ഗ്രൗണ്ടില്ല, തൂണില്ല. കാരണം അതൊക്കെ കിനാവിലാണ്. എന്നാൽ ഈ കയറ് പിടിച്ചതും കിനാവിലാണ്. പക്ഷേ ആ കയറ് എന്റെ കയ്യിലുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, വമനിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, ആ തൂണാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതേ, നിങ്ങൾ മുറുകെ പിടിച്ച കയറാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒഴിവാക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ മുറുകെ പിടിക്കണം. കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ദീനിൽ തെളിവല്ല എന്ന് പറയുന്നവരുണ്ട്. സ്വഹാബത്ത് ദീനിൽ തെളിവല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഖുർആൻ കിട്ടി? സ്വഹാബത്ത് ദീനിൽ തെളിവല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഹദീസ് കിട്ടി? അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനെ തള്ളാൻ പറ്റൂല. അതുകൊണ്ട് ആരാണോ സ്വഹാബത്തിനെ പിൻപറ്റുന്നവരെങ്കിൽ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ. ഫഇന്നാമനൂ ബിമിസ്ലി മാ ആമൻ സഹാബികൾ ഞാൻ സഹാബത്ത് പഠിപ്പിച്ചു തന്നതാണ്. വെള്ളിയാഴ്ച ഖുതുബ അറബി ഭാഷയിലാകൽ മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ചു തന്നതാണ്. പ്രതിസന്ധികൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവര് പോവൽ ഇലാ ഹദറത്തി റസൂലില്ലാഹി. എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്, നബി തങ്ങളുടെ അടുക്കലേക്കാണ്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി സ്വലാത്തും വ
ഒരു സഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നു. എന്തേ പോന്നു വെച്ചു. ഒന്നുമല്ല, ഞാൻ വണ്ടിമ കയറി അപ്പ വീകാണ് പറഞ്ഞു. ചില ആൾക്കാരുണ്ടല്ലോ ബൈക്കുമ്മ കയറി അപ്പ വീകും, ഇങ്ങോട്ട് ആകെ മുറിയായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാന് അന്നത്തെ വണ്ടി ഒട്ടകം കുതിരൊക്കെയാണല്ലോ, അയിമ ഉറക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൊട്ടാണ് കൊടുത്തു നെഞ്ഞത്ത്. ഇങ്ങനെ നിങ്ങളെ കുട്ടിയോട് കൂടെ ആ പ്രശ്നം തീർന്നു. അതങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തവാഫ് ചെയ്യാണ്. തവാഫ് ചെയ്യുമ്പോണ്ട് ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി നോർക്കുത്തു, ആ സ്വഹാബി, ആ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പാണ്. അല്ല, ഫുലാല റളിയല്ലാഹു അൻഹു. അങ്ങനെ ഫുലാല റളിയല്ലാഹു അൻഹു പിന്നിലുണ്ട്. അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഖലാസിൽ ഇങ്ങനെ അപ്പൊ നബി തങ്ങളെ വകവരുത്താൻ വേണ്ടി എത്രയോ ഓഫർ ഏറ്റുകൊണ്ട് വേറെ നാട്ടിൽ നിന്ന് വന്നതാണ് ഫുലാലത്ത്. അങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ നല്ലൊരു അവസരം, ആരെ കയ്യിലും കത്തി മടാളും കൈക്കോട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് ചാൻസ് കിട്ടുമ്പോൾ കുത്താം എന്ന നിലക്ക് ആ തിരക്ക് ഇതാകുന്ന സമയത്ത് അങ്ങനെ ആക്കാൻ നിലക്ക് ഇങ്ങനെ പിന്നിൽ ഇങ്ങനെ കൂടി. അവൻ ഇസ്ലാം ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ പിന്നാലെ ഇങ്ങനെ ഇയാളുണ്ട്. എന്തേന്ന് വെച്ചു. അല്ല, ഞാൻ തവാഫ് ചെയ്യാണ്, ഞാൻ അള്ളാഹിനോട് ദ്വാരക്കയാണ്. ആയിക്കോട്ടെ. കുറച്ചിങ്ങനെ മാലക്ക എന്താ എന്റെ പിന്നാലെ കൂടിയണു നബി തങ്ങളെ. അത് ഞാന് പിന്നെ തവാഫ്, ഇത് നല്ല സ്ഥലല്ലേ, തവാഫ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ആളെ മുമ്പ് പരിചയപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. മൂന്നാം പ്രാവശ്യം മാലക്ക യാ ഫുലാല, എന്താ ഫുലാലത്തെ എന്റെ പിന്നാലെ. എന്റെ പേരാരപ്പ ഇയാൾക്ക് പറഞ്ഞെടുത്ത് എന്താ ഇപ്പൊ സംഭവം. തവാഫിന് കഴിഞ്ഞിട്ട് എന്തിനാ പോന്നു വെച്ചു. ഇസ്ലാം ആകാനാണ്. ഇസ്ലാം ആകാനാണെങ്കിൽ അരയിൽ എന്തിനാ കത്തി വെച്ചു. ഇതിന്റെ ഉള്ളിൽ എന്തൊരു കത്തി ഒൽപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. കാൽക്കൽ വീണു. ഫുലാല റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ നബി തങ്ങളൊന്ന് തൊട്ടപ്പോഴേക്ക് ഒരു കാലത്ത് ഏറ്റവും വെറുപ്പുള്ള വ്യക്തി, ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാവുകയാ. ഈ നിലക്കല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപം സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറഞ്ഞ ഒരാള് വല്ലാതെ ദ്രോഹിക്കുന്ന ഒരാളെ ചരിത്രം സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മഹാന്മാരായ സ്വഹാബത്തെ കിറാമിന് ഇങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് വണ്ടി പുറത്തുനിന്ന് വീഴാണ് പറഞ്ഞു. റെഡി. വേറെ സഹാബി വന്നു. ആ സഹാബി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, വല്ലാത്ത കഷ്ടപ്പാടിലാണ്. എന്തേന്ന് വെച്ചു. നടക്കാൻ കഴിയണില്ലായിരുന്നു. ഒരു ഒത്തൂതി. അത് കഴിഞ്ഞു. ശരി. സലമത്ത് മലക്കോരനെ മുമ്പിൽ കൊണ്ടുവന്നു. അത് ഉസീബ സലമ, ആള് പോയിന്ന് പറഞ്ഞു. നബി തങ്ങൾ 3 ഒത്തൂതി. അത് ശരിയായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറവിയാണ് പറഞ്ഞു. മറവിയോ? എന്നാ പിന്നെ കാര്യം ചെയ്താൽ മാനസമിത്ര കൂളിയും സാരസ്വതാൽ ഇഷ്ടം കുടിച്ചോന്നല്ല പറഞ്ഞത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? മറവിയല്ലേ. മുണ്ടിങ്ങനെ നിർത്തി. മുണ്ടിങ്ങനെ നിർത്തിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ഇങ്ങനെ ആംഗ്യം. ഇങ്ങനെ നെഞ്ഞിനോട് കൂട്ടാൻ വേണ്ടി പറഞ്ഞു. അത് കൂട്ടി. ഒന്ന് ചെല്ലും പറയൊന്നും ചെയ്തിട്ടില്ല. കൂട്ടി. അതോടുകൂടെ മറവിയാണ് തീർന്നു. പോയി. എവിടേക്കേ പോയി എന്ന് തന്നെ അറിഞ്ഞില്ല. ഇത് കണ്ടിട്ട് ഈ ഹദീസ് ബുഖാരിയിലുള്ളതാണ്. ഇത് കണ്ടിട്ടാണ് ജയഗോമത് കാരക്കുന്ന് എഴുതിയത്. നബി തങ്ങൾ അബൂ ഹുറൈറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടോ? കജ്ജുകൊണ്ട് ഇങ്ങനെ തൊള്ളേണ്ടൊന്നുമില്ല, ഇങ്ങനെ കജ്ജുകൊണ്ട് ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതാണ് അതിന് മറുപടി. അതായത് ഹദീസ് ഉദ്ധരിക്കും വേണം, എന്നാ പിന്നെ ഇങ്ങനെ അബോധികമായി സഹായിച്ചു എന്നുള്ളത് വരും ചെയ്യരുത്. ആ നിലക്കാകാൻ വേണ്ടിയിട്ട്. ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെ അല്ലാഹുവിന്റെ റസൂല് സഹായിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞത് ഇന്നമാ അന ഖാസിം വല്ലാഹു യുഅതി, അല്ലാഹു തആല നൽകിയ കഴിവിൽ നിന്നാണ് സഹായിക്കുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് പ്രശ്നമുണ്ടാകുമ്പോ മഹാന്മാരായ സഹാബത്ത് മുത്തുനബിയെ സമീപിച്ചത് പോരാ. സവാദ് ഇബ്നുൽ ഖാരിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് വകുല്ലി ശഫീഅൻ യൗമ لا ذو شفاعتي بمغني فتيلا سواد بن قاربي. അതുകൊണ്ട് നബി സഹാബത്തെ കിറാം തവസ്സുൽ നടത്തിയവരാണ്, ഇസ്തിഗാസ നടത്തിയവരാണ്, മദ്ഹ് പറഞ്ഞവരാണ്. ഇങ്ങനെയെല്ലാം ചെയ്ത സഹാബത്തിനെ ആരാണോ പിൻപറ്റുന്നതെങ്കിൽ സുബ്ഹി നിസ്കാരത്തിലെ ഒന്നാമത്തെ ചോദ്യം അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, ഹിദായത്തിനുള്ള പ്രവർത്തനം അതാണ്. രണ്ടാമത്തെ ദുആ സുബ്ഹിയിൽ ദുആർക്കാറുള്ളത് വആഫിനാ ഫീമൻ ആഫൈത്, അല്ലാഹുവേ എനിക്ക് സുഖം നൽകണം എന്നാണ്. സിഹ,
ആരോഗ്യം നൽകണം എന്നാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കണമെങ്കിൽ ആരോഗ്യം വേണം. ഓവറായി തിന്നിട്ട് അരമുണിയ പാമ്പിന്റെ മാർക്ക് തറാവി കേൾക്കാൻ കഴിയൂല ചില ആൾക്കാർക്ക്. അങ്ങോട്ട് ഒരൊറ്റ ഉറക്ക എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എന്ന നിലക്ക് ഇല്ല. ആരോഗ്യം ശരിക്ക് ശ്രദ്ധിക്കണം. എന്തിനാ നോമ്പ്? സൂമു തസിഹു ഖാല റസൂലുള്ളാഹി. നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ആരോഗ്യം ഉണ്ടാക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ടല്ലേ ഫാസ്റ്റിംഗ് ടെക്നിക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഈ പകല് പട്ടിണിക്കിട്ടിട്ട് ചില ആളുകളെ കഫം കൊണ്ടും അതുപോലെ ഒരുപാട് കൊളസ്ട്രോൾ അതുപോലെ സംഭവങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ ഫാസ്റ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നൊരു സംവിധാനത്തിലൂടെ ജർമ്മൻ ക്രിസ്ത്യാനികളിൽപ്പെട്ട ജർമ്മൻ സയന്റിസ്റ്റുകളായ ആളുകൾ ഒരു പരീക്ഷണം നടത്തിയ ചരിത്രം കാണാം. പട്ടിണിക്കിടിയ ദിവസം അങ്ങനെ 30 ദിവസം പട്ടിണിക്കിടുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അത് സൂര്യോദയം മുതൽ സൂര്യാസ്തമാനം വരെയാണ് ഓല ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പട്ടിണിക്കിട. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് അറിയില്ല. പട്ടിണി ബ്രേക്ക് ഇടലാണല്ലോ രാവിലെ ചായ കുടിക്കല് അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഗീർ ഫാസ്റ്റ് ഇല്ലാത്ത വെച്ച ഒരാള്, ഉച്ചകോടി ഉണ്ട്, എന്താ രാത്രി കൂടി ഇല്ലാത്തതെന്ന്. അതിനൊന്നും നിർവാഹമല്ല, അത് ഓരോരോ പ്രയോഗങ്ങളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെ ആദ്യത്തെ 10 ദിവസം ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അതെന്തിനാണ്? സംഗതികളൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തിലെ സംഗതിയൊക്കെ ഒരുപാട് പോണ്ടതും വരേണ്ടതും ഒക്കെ പാടെ കൂടിച്ചേർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടാകും, അത് ഇളക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് റിക്കവറി സ്റ്റേജ്. അതെന്തിനായിരുന്നു? ഈ ഇളകിയതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ സ്റ്റേജ് എന്തിനാണ്? ഇങ്ങനെ ഇളകിയൊക്കെ പോയി കഴിഞ്ഞാൽ ഓർഡർ തെറ്റിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ തറാവീഹ് നിസ്കരിക്കുമ്പോ ഈ സലാം വീട്ടിൽ കഴിഞ്ഞാണ്ടല്ലോ, ഒരാൾ അങ്ങോട്ടിരിക്കും, ഒരാൾ തൂണുമെന്ന് ഇങ്ങോട്ട് ഇരിഞ്ഞിരിക്കും, ഒരാൾ അപ്പുറത്തേക്ക്. ആ കൂടെ ഓർഡർ തെറ്റിയിട്ട് ചില ആൾക്കാരെ ഉള്ളിലേക്ക് നോക്കിയാൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടെ എന്തായിട്ടുണ്ടാവും, ഇങ്ങനെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറിയതൊക്കെ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് കോശങ്ങളൊക്കെ അതിൻ്റെതായ റീപ്ലേസ് ചെയ്ത് വളരെ കൃത്യമായി ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള 3 സ്റ്റേജുകളായിരുന്നു. ഈ 3 സ്റ്റേജുകളിൽ പരീക്ഷണം നടത്തുന്നവർക്ക് രാത്രി വൈകുന്നേരം ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യൽ ഈത്തപ്പഴം കൊടുത്തിട്ടായിരുന്നു എന്നാണ്. ഇതൊക്കെ ചെയ്യണത് ആരായിരുന്നു? ക്രിസ്ത്യാനികൾ. അങ്ങനെയാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നോമ്പെടുക്കുക എന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആരോഗ്യത്തിനാണ്. ഒരാൾക്ക് ആരോഗ്യം ലഭിക്കണമെങ്കിൽ പ്രധാനമായും ആരോഗ്യം വേണ്ടത് മനസ്സിനാണ്. ഹൃദയത്തിന്റെ ആരോഗ്യം മനസ്സിന്റെ ആരോഗ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യം. മനസ്സ് ടയേർഡായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും ടയേർഡായി. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് നല്ല ആരോഗ്യം വേണം. അതിനുള്ള ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ചൊല്ലിയട്ടെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ളത് ബിസ്മി കൂട്ടിയിട്ട് രാവിലെ കുറച്ചേരം ചെല്ലണത് നല്ല സംഭവമാണ്. അത് കയ്യിന്റെ വിരലിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടി ഉറപ്പാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് മനസ്സിന് ആരോഗ്യം ഉണ്ടാകുന്നതാണ്. അപ്പൊ മനസ്സിന്റെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സുബഹയുടെ സുന്നത്തിന്റെ ശേഷം മുമ്പ് സൂചിപ്പിച്ചിരുന്നു 116 പ്രാവശ്യം യാ ഖവിയ്യു എന്ന ദിക്ർ ചൊല്ലുന്നത് ഹൃദയരോഗം വരാതിരിക്കാനും അതുപോലുള്ള വിഷയങ്ങൾക്കൊക്കെ നല്ലതാണ് എന്ന് ഉണർത്തിയതായി കാണാം. അപ്പൊ അങ്ങനെ ആരോഗ്യം ഉണ്ടാകൽ നല്ലത്. എല്ലാ വിഷയത്തിനും മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു സഹാബി നബി തങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, കിട്ടിക്കൊണ്ടിരിക്കുന്ന നിഅമത്ത് നിന്ന് പോകാതെക്കാനും കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് നൽകപ്പെടാനും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു. ചോദ്യപ്പം ആർക്കും ചോദിക്കാലോ. മഴ പെയ്യണത് സസ്യം മുളക്കാനാണെങ്കിൽ ടാറിട്ട റോട്ടിൽ എന്തിനാ പെയ്യണെന്ന് ചോദിച്ചൊരു കുട്ടി മാഷോട്. ചോദിക്കാൻ ആർക്കും എന്തും ചോദിക്കാം അല്ലേ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചോദ്യം? കിട്ടിക്കൊണ്ടിരിക്കുന്ന നിഅമത്ത് നിൽക്കരുതേ. എനിക്ക് കിട്ടാനുള്ള തരേണ്ടുന്ന വേണ്ടുന്ന അള്ള കണക്കൂട്ടി ഒന്നും തരാനില്ല, എന്നാലും എന്താണ് തരേണ്ടുന്ന കിട്ടേണ്ടുന്ന നിഅമത്ത് നിന്നു പോകും ചെയ്യരുത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. ആ പറഞ്ഞു, കാമിലായ ഹംദ് ദിവസം രാവിലെ ചെല്ലിയ ചെയ്യാം സുബഹിന്റെ ശേഷം. അപ്പൊ കാമിലായ ഹംദ് ഏതാന്ന് വെച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
حمدا يوافي نعمه ويكافئ مزيدا الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. ചൊല്ലിയാട്ടെ. ഈ ഹംദ് ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു തആല തന്നുകൊണ്ടേയിരിക്കും. കിട്ടാണ്ടത് അങ്ങനെ കിട്ടും, നിന്നു പോകൂല. ഇതാ സഹാബിയോട് വിശദീകരിച്ചു. നമ്മുടെ വിഷയം അതല്ല. ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആരോഗ്യം കൃത്യമാവണമെങ്കിൽ ജീവിതത്തിൽ ചിട്ട അനിവാര്യമാണ്. തോണുമ്പോ തിന്നുക, തോണുമ്പോ കടക്കുക, തോണുമ്പോ ഓടുക, ചാടുക, അതൊഴിവാക്കിയിട്ട് ഒരു കൃത്യമായ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴേ ആരോഗ്യം ഉണ്ടാകുള്ളൂ. തടി കൂടാൻ വേണ്ടി കുറെ ചോറ് വെച്ചിട്ട് കാര്യമുണ്ടോ? എന്നാ ഈ തുക കുടിച്ചുള്ള പന്തേക്ക് വീണാൽ മതി, എന്നാ തടി പെട്ടെന്ന് കൂടിക്കോളും. ആരോഗ്യം ലഭിക്കാൻ ഭക്ഷണം കൃത്യമാകണം. ശുദ്ധജലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ഒരു സ്പൂൺ തേൻ ഒഴിച്ച്, അന്ന് സ്പൂണൊന്നുമില്ല, കുറച്ച് തേൻ ഒഴിച്ചിട്ട് കുടിക്കാറുണ്ട്. ശുദ്ധജലം കഴിക്കുന്നത് നല്ലതാണ്. കുടിക്കുന്ന സമയത്ത് മുമ്പ് പറഞ്ഞാൽ ആസിഡ് ദഹിപ്പിക്കാനുള്ള ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉള്ളിക്കിയാലാണ് ദഹിപ്പിക്കാൻ കിട്ടണം. അതല്ലെങ്കിൽ കുടൽപ്പുണ്ണ് പോലുള്ളത് ഉണ്ടാവും. പ്രധാനപ്പെട്ട 2 ഭക്ഷണങ്ങളുടെ ഇടയിൽ 4 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഉണ്ടാകണം. ഒരിക്കൽ കഴിച്ച ഭക്ഷണത്തിന്റെ ആയുസ് 10 മണിക്കൂറാണ്. അവ പ്രധാനപ്പെട്ട ഭക്ഷണത്തിന്റെ ഇടയിൽ മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാകണം. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത്. അഥവാ ഈത്തപ്പഴം തിന്നതിന്റെ ശേഷം സാമൂസ തിന്നുന്നുണ്ടെങ്കിൽ സാമൂസ തിന്നിട്ടേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. വേണ്ടത് ഇങ്ങോട്ട് സാമൂസ അല്ലെ പഴംപൊരി അവ കഴിക്കുന്ന ഭക്ഷണം ചവക്കാനുള്ള ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ചിട്ടേ ഒപ്പുള്ള വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഒരിക്കലും അതിന്റെ ഇടയിൽ വെള്ളം കുടിക്കരുത്. അത് ദഹനത്തെ ബാധിക്കും. ദഹനത്തെ ബാധിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കും. ആരാത് ശ്രദ്ധിക്കാറുള്ളത്? അല്ലേ? ഈത്തപ്പഴം തിന്നും, ഇങ്ങോട്ട് തണുത്ത സർവത്ത് കുടിക്കും, സർവത്ത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിയും, ഇങ്ങോട്ട് പിന്നെ ജ്യൂസ് കുടിക്കും. അങ്ങനെ ഇങ്ങനെ 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 അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നും തീട്ടും, ഇങ്ങോട്ട് നിസ്കരിക്കാൻ പോകും, ഇവിടെ ഒന്ന് കുലുങ്ങും, ഒന്ന് ദമ്മാകാൻ, ഇങ്ങോട്ട് എന്താണ് ആ ഗ്യാപ്പ് ഇട്ടുങ്ങാണ്ട് അടുത്തതൊന്നായിട്ട് എന്താണ് പത്തിരിയോ സംഗതിയോ. ആദ്യം നമ്മുടെ ആമാശയത്തിന്റെ 1/3 അത് ഭക്ഷണമായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിസ്കാരം കഴിഞ്ഞ് കഴിക്കുന്നത് വേസ്റ്റാ. അതുകൊണ്ടാണ് 2 ഒന്നിച്ചാക്കുക നല്ലത് അറിയണത്. ഇടയിൽ നിസ്കാരം ഇതാവാതെ 2ഉം കൂടി ഒരുമിച്ചാക്കലാണ് ആരോഗ്യത്തിന് നല്ലത്. പക്ഷെ നിസ്കാരം നേരത്തെ ജമാഅത്ത് അവല് വക്ത് കിട്ടുക എന്നുള്ള നിലക്കായിരിക്കും ഇങ്ങനെയുള്ളത്. എന്നാ തറാവിന്റെ ശേഷം കഴിച്ചോളി. പക്ഷെ നൂലും പറക്ക് വിളിച്ചാൽ പിന്നെ കാട്ടുക, അങ്ങനെ തറാവിന്റെ ശേഷം അതുവരെ ആരെങ്കിലും നിൽക്കും അല്ലേ? അവ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തൈരും മാംസം കൂടി ഒരിക്കലും ഒന്നിച്ച് ചെല്ലാൻ പാടില്ല, അത് കേടാണ്. ഇഞ്ചിയും നാരങ്ങയും ഒന്നിച്ച് ഉണ്ടാവാൻ പാടില്ല, വിഷാണ്. നോമ്പ് തുറന്ന ഉടനെ ഒരിക്കലും നാരങ്ങ സോഡ കുടിക്കാൻ പാടില്ല, കിഡ്നി അടിച്ചാണ് പോകും. ഭയങ്കര പ്രശ്നമാണ്, കിഡ്നിക്ക് ഏറ്റവും പ്രശ്നമാണത്. ഈ നാരങ്ങ സോഡ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സോഡ, ആ സോഡ ഐറ്റംസ് പെട്ടതാണ്. പെപ്സി ആവട്ടെ, കൊക്കക്കോള ആവട്ടെ, 7up ആവട്ടെ, 8up ആവട്ടെ, ഏത് സംഗതി ആകട്ടെ, ആ സംഗതി അതിൽ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ഒരു ടൈമിലുള്ള ആ ഒരു കുടി, ചില ആൾക്കാരൊക്കെ അല്ലേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നേരെ കടയിൽ കയറും. കടയിൽ കയറിയിട്ട് നാരങ്ങ സോഡ കുറച്ചധികം ഇപ്പിടണട്ടോ. സോഡയിൽ ഉപ്പിട്ടാൽ തന്നെ പ്രശ്നമാണ്. ഉപ്പിടാതെ എങ്ങനെ നാരങ്ങ സോഡ കുടിക്കുക? അതാണെങ്കിൽ വിദേഹത്വമാണ്. പിന്നെന്താ കാട്ടുക? പക്ഷെ അവനാന്റെ തടി നോക്കണം. ആ തടി നോക്കിയാലേ നമുക്ക് ഇബാദത്ത് എടുക്കാൻ താക്കത്തുണ്ടാകുള്ളൂ. അതല്ലെങ്കിൽ അവിടെ കുളത്ത്, ഇവിടെ വലി, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മര്യാദക്ക് ആ മട്ടത്തിലല്ലേ ഭക്ഷണം കഴിച്ചിരുന്നത്? സഹാബത്ത് ആ നിലക്കല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് രണാങ്കലത്തിൽ ഓടാനോ ചാടാനോ പ്രയാസമില്ല. നബിതങ്ങൾ പ്രത്യേകം ആ വിഷയം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഴിക്കുന്ന ആഹാരം അത് കൃത്യമായിരിക്കണം.
കഴിക്കപ്പെടുന്ന ആഹാരമോ അത് ശുദ്ധിയുള്ളതാവണം, അത് ഒരിക്കലും വിഷാംശമുള്ളതാവാൻ പാടില്ല. അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാവണം, നല്ല വെള്ളം കുടിക്കണം, നാച്ചുറൽ വാട്ടർ, നല്ല പച്ചവെള്ളം കുടിക്കുക, ചൂടാക്കും വേണ്ട തണുപ്പിക്കും വേണ്ട, വെള്ളം കുടിക്കുക, കുഴപ്പമില്ല. പക്ഷെ ചില ആളുകൾക്ക് പച്ചവെള്ളം കുടിച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരികമായ പ്രശ്നം ഉണ്ടാകുകയാണോ? ചൂടാക്കിയതിന്റെ ശേഷം ആറ്റി കുടിച്ചോളൂ. പക്ഷെ നല്ല ശുദ്ധജലം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ കിണറിന്റെ പരിസരത്ത് 7 മീറ്ററാണ് റവന്യൂ റൂൾ അനുസരിച്ച് വീടും അതിന്റെ കിണറും സെപ്റ്റിക് ടാങ്കും ഡിസ്റ്റൻസ് റവന്യൂ റൂൾ അനുസരിച്ച് 7 മീറ്ററാണ്. എന്നാൽ ശരിക്ക് ഹെൽത്ത് പറയുന്നത് 00096 എന്ന് പറയുന്ന അനുപാതത്തിലുള്ള മണ്ണാണ് നമ്മുടെ കേരളീയ ഭൂപ്രകൃതിയിലുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഒരു 11 മീറ്റർ എങ്കിലും കിണറും സെപ്റ്റിക് ടാങ്കും വേണം എന്നുള്ളതാണ്. അങ്ങനെ 11 മീറ്റർ അപ്പുറത്ത് ഒരാൾ നമ്മൾ കിണർ കുഴിക്കുമ്പോൾ നമുക്ക് രക്ഷ വേണമെങ്കിൽ കുറച്ചാ മട്ടത്തില്. അപ്പൊ കിണർ എവിടെ കുഴിക്കേണ്ട, അതിന്റെ സ്ഥാനം എവിടെയെന്ന് വെച്ചാൽ വെള്ളം കിട്ടുന്നിടത്തുനിന്ന് അതിന്റെ മേന. ചില ആൾക്കാർ മുന്നാളൊരു സ്ഥലത്ത് പോയപ്പോണ്ട് ഒരു നല്ല 1-ാം തരം കിണർ അതാണ് തൂർത്തീണ്. എന്റെ ആരോ തൂർക്കാൻ വേണ്ടി പറഞ്ഞാത്രേ. അള്ളാഹു തആല നൽകിയ നല്ലൊരു നിയമത്തല്ല കിണർ, അത് ആരെ തൂർക്കാൻ പറഞ്ഞത്? അപ്പൊ അത് കഞ്ഞിക്കോടിയിലാണ്. അപ്പൊ കഞ്ഞിക്കോടിയിൽ കിണറുണ്ടാവുമ്പോ അവിടെ പാർത്താൽ ഭയങ്കര പ്രശ്നമാണ്. ഇന്നാൾ ഓട്ടോറിക്ഷന്റെ വേറെ വണ്ടി തട്ടിയിട്ട് എന്റെ കണ്ണാടി പോയി. അതൊക്കെ ആ കിണറുമ്മക്കാണ്, ആ അയിമക്കാണ് എല്ലാതും എടുക്കുന്നത്. ഓട്ടോറിക്ഷന്റെ കണ്ണാടി പോയാലും അതും അയിമക്ക്, എല്ലാ സംഗതി അയിമക്ക്. അങ്ങനെയൊക്കെ ചില ആൾക്കാർ ഇതൊരു കഷ്ടമാണ് പ്രിയപ്പെട്ടവര്. അപ്പൊ നല്ല ശുദ്ധജലം, ആ ശുദ്ധജലത്തിന് അതിന് കുഴിക്കാൻ പറ്റുന്നിടത്ത് എന്താക്കുക, അത് കുഴിക്കുക. അങ്ങനെ കുഴിക്കുമ്പോ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നല്ലതാണോ അല്ലേ എന്ന് നോക്കാൻ 15 മാർഗങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സ്വീറ്റ് വാട്ടർ, അതിന്റെ ശുദ്ധജലം എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക, അതിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വിഷയം ഇപ്പൊ അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നല്ല ശുദ്ധജലം കുടിക്കുക. അത് നമ്മള് രാത്രി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കുഴിയിൽ കുറച്ച് കരിഞ്ചീരകം, തുളസിയില, അതുപോലെ മഞ്ഞളിന്റെ കഷ്ണമൊക്കെ ഉപയോഗിച്ച് 24 മണിക്കൂറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒരു കിഴിയിൽ കെട്ടിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് അത് കുടിക്കുകയാണെങ്കിൽ നമ്മളെ രക്തം റീഫ്രഷ് ആവുകയാണ്. ഇപ്പൊ ഊരവേദന, തലവേദന, അതുപോലുള്ള ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരോട് പറയാറുള്ളത്, നിങ്ങൾ രാത്രി നല്ല ശുദ്ധജലം ഒരു ഗ്ലാസ് എടുക്കുക, എന്നിട്ട് അതിൽ കരിഞ്ചീരകം, തുളസിയില, പച്ചമഞ്ഞൾ തൊലി കളഞ്ഞിട്ട് അത് ഇട്ടേക്കുക. ആ ഇട്ടുവെച്ചത് രാവിലെ നിങ്ങളൊരു ഫാത്തിഹ ഊതി കുടിച്ചോളൂ. എന്നാൽ ഒരുവിധം അസുഖങ്ങളൊക്കെ മാറും. കാരണം എന്താ, രക്തത്തിലൂടെയാണ് പല അസുഖം ഉണ്ടാകുന്നത്. രക്തത്തിലൂടെ വരാൻ കാരണം എന്താ, നമ്മുടെ ആമാശയത്തില് കുറെ മലം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് കുറെ സെഞ്ചികൾ ഉണ്ടാകും. എന്നിട്ട് നമ്മൾ കുടിക്കണ വെള്ളം, നമ്മൾ കുടിക്കണ ചായയും ഒക്കെ പിടിക്കാൻ പോണത്. എന്നിട്ട് ഇതിൽ നിന്ന് സംസ്കരിച്ച രക്തമാണ് ഇതുള്ളത് നമ്മുടെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോ രക്തത്തിൽ ഒരുപാട് അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് റീഫ്രഷ് ആക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിന്റെ വിഷയം, പരിസരശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇപ്പോ അന്തരീക്ഷം ശുദ്ധീകരിക്കുന്ന നല്ല വൃക്ഷമാണ് പൊടിയണ്ണി പറഞ്ഞൊരു മരമുണ്ട്. എന്തായാലും പറയല്, പൊടിയണ്ണി തന്നെയല്ലേ, വലിയ മരം. അതുപോലെ ആര്യവേപ്പ്, അതുപോലെയുള്ള മരങ്ങൾ വീടിന്റെ ചുറ്റുഭാഗത്തുണ്ടാകുന്നത് ഗ്രഹാന്തരീക്ഷത്തിലുള്ള ശ്വസിക്കുന്ന വായു നന്നാവാൻ നല്ലതാണ്. അതുപോലെ മുരിങ്ങാമരം, ഇപ്പൊ നാളൊരു പുസ്തകത്തിൽ വായിച്ചു, മുരിങ്ങ ഉണ്ടായാല് അവിടെ ഭയങ്കര പ്രശ്നമാണ്, മുരിങ്ങാമരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അത് ആശാരിമാർക്ക് മുരിങ്ങാമരം നെഹസാണ്, അങ്ങനെയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോടത്ത് മുരിങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ഔഷധമാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടുന്ന് ഇദ്രീസ് നബിനോട് പറഞ്ഞല്ലോ, ഒരു സസ്യം ചോദിച്ചു, പിന്നെ നിങ്ങൾ അറിയോന്ന് ചോദിച്ചു. ജേതാന്ന് ചോദിച്ചു. ഞാൻ മുരിങ്ങയാണ് പറഞ്ഞു. എന്തിനാ പന്നേന്ന് ചോദിച്ചു. ഒന്നുമല്ല, ഗർഭിണികള് എണ്ണ അരച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാല് അവർക്ക് നല്ലതാണ്. അതുപോലെ ഇദ്രീസ് നബി അലൈഹി സ്വലാമിനോട് മുരിങ്ങ പറഞ്ഞു കൊടുത്തതായി കാണാം. അങ്ങനെ ഓരോ ചെടികൾക്കും പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് പഴയകാലത്ത് മുരിങ്ങാമരം മൂന്നുള്ള വീട്ടില് ഉലിമ
കൂട്ടാന്റെ മുട്ടറിയേണ്ടതില്ല ഫാത്തിമ, കൂട്ടാനുമില്ലയിലീവ കൊട്ടം മാന്തളു, മാഫിന്നാരി നറജീലി പുമ്മുളു, മുതഅല്ലിമീങ്ങൾ കുല്ലിലും കോമാങ്ങ, ചെത്തിക്കൊടുക്കലും കൂലിയുണ്ടും മാമാ, ഇൻഷാ റബ്ബി ഖബില വഖ്തിൻ ഉച്ച, പോണം ഹബീബേ നാട്ടിൽ വ്യാഴാഴ്ച, വെള്ളിം കഴിഞ്ഞ് ഞായറോടെ മടങ്ങണം, അല്ലാതെ വന്നാൽ തല്ല് രണ്ട് കൊള്ളണം. പഴയ കാലത്ത് ഇങ്ങനെ പാടിയിരുന്നു. അങ്ങനെ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു. അഥവാ മുരിങ്ങാ മരം എന്നുള്ളത് നല്ല മരുന്നാണ്. അതുപോലെ പപ്പായ നല്ല മരമാണ്. ഇന്ന് ഒറിജിനലായിട്ട് കഴിക്കാൻ പറ്റിയ രണ്ട് സാധനമാണ് ചക്കയും പപ്പായയും. അതൊരാൾക്കും വേണ്ട. അങ്ങനെ ഒരു അവസ്ഥ വന്നു അല്ലേ? അങ്ങാടിയിൽ നിന്ന് വാങ്ങണതല്ല. പപ്പായ പറഞ്ഞ കറുമൂസ അല്ലേ? നല്ലൊരു കാരണവരെ പേരാണല്ലോ അതിന് കിട്ടിക്കുന്നത്. ആ സാധനം ഉണ്ടല്ലോ, അതൊക്കെ നല്ല വയറ് ശുദ്ധിയാക്കുന്ന സംഗതികളാണ്. അപ്പൊ നമ്മളെ പരിസരം അത് കൃത്യമാവണം. അതുപോലെ 25% പ്രശ്നമെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് 60%. അസ്സലാമു അലൈക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഞാൻ എന്താണ് നബിയെ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞതെന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ചൊല്ലിയാട്ടെ. അല്ലാഹുവേ നീ അഫുവൻ എന്ന വിശേഷണമുള്ളവനാണ്. അഫുവ് മാഫ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത. അല്ലാഹ് നേരത്തെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഖാദി അബൂ ശുജാ റളിയല്ലാഹു അൻഹു 160 വയസ്സ് ജീവിച്ചപ്പോഴും ഒരു കേടുമില്ല തടിക്ക്. എന്തേ? ഈ അവയവങ്ങൾ നല്ല മേഖലയിൽ വിനിയോഗിച്ചു എന്നതാണ്. ളുഹ നിസ്കരിക്കുന്ന ആളുകൾക്ക് ശാരീരികമായി വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവൂല എന്നാണ്. ളുഹസ്കാരുണ്ടല്ലോ, അത് നിർവഹിക്കൽ നല്ല കാര്യമാണ്. ആരോഗ്യം ഉണ്ടാകാൻ നല്ലതാണ്. ഉറങ്ങുന്ന വിശ്രമം കൃത്യമായിരിക്കണം. കെ.പി. കേശവമേനോൻ പറഞ്ഞു, കയ്യും കാലും മുഖവും കഴുകിയിട്ടേ ഉറങ്ങാവൂ, ആരോഗ്യത്തെ ബാധിക്കും. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? വുളൂണ്ടാക്കിയിട്ടേ ഉറങ്ങാവൂ. വുളൂണ്ടാക്കണം. അങ്ങനെ വുളൂഓട് കൂടെയുള്ള ഉറക്കം നല്ല സംഭവമാണ്. ഉറങ്ങുന്ന നബി തങ്ങൾ പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നൗമി ഖബല ഇശാഇ വൽ ഹദീസ ബഅദഹു ഖാല റസൂലുള്ളാഹി. നബി തങ്ങൾ അവിടുന്ന് ഇശാന്റെ മുമ്പ് ഉറങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ ഇശാന്റെ ശേഷം വർത്താനം പറയാനും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ നല്ല സീരിയസ് മാറ്റർ ആണെങ്കിൽ അത് ഉള്ളിൽ ഇങ്ങനെ കിടക്കും. ആ ഉള്ളിൽ കിടക്കുമ്പോൾ ആ ഒരു ഉറക്കം ഇങ്ങനെ ഉറങ്ങുമ്പോഴാണ് നമ്മൾ പ്ലെയിന് പോകുമ്പോൾ പൊട്ടിച്ചാടുന്നതൊക്കെ കിനാവ് കാണുന്നത്. കാരണം ഉള്ളിൽ എന്തൊക്കെ ഗൗരവത്തിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ കേട്ടിട്ടാണ് എന്തായത് മാങ്ങക്കെറിഞ്ഞതും പൂളക്ക് കൊണ്ടതും തേങ്ങ വീണതും അതൊക്കെ കൂടെ ഇങ്ങനെ പല ചർച്ചകളും നടത്തിക്കൊണ്ടാണ് എന്ത്. അവൻ നബി തങ്ങൾ പറഞ്ഞു, ആ നേരത്തെ വല്ലാതെ നിങ്ങൾ ചർച്ച ചെയ്യണ്ട, നേരങ്ങത്തിൽ ഉറങ്ങിക്കോളീന്ന് പറഞ്ഞു. ഇത് 3 അക്കമുള്ള നമ്പറൊക്കെ ഗൾഫിൽ നിന്ന് വരിക ആ നേരത്താണ്. ഇങ്ങോട്ട് അങ്ങനെ ഈ ഇതുണ്ടല്ലോ, ഈ നെറ്റ് കോൾ അങ്ങോട്ട് പിന്നെന്തൊക്കെ അതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന പോരോ ഭർത്താനം ഇല്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നല്ല ഉറക്കം. ഉറങ്ങുമ്പോ അവാം തെക്കോട്ട്, അരുതേ പടിഞ്ഞാട്ട്, വർജ്യം വടക്കോട്ട്, ഉത്തമങ്കരക്കോട്ട് എന്നാണെങ്കിലും അവിടെ തല വലത്തുഭാഗത്തേക്ക് വെച്ച് ചെരിഞ്ഞ് വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് കിടക്കുക. അങ്ങനെ കിടക്കുന്ന സമയത്ത് കാല് മൂടൽ നല്ലതാണ്.
ഈ തടി മൂടുന്നില്ലെങ്കിൽ ഉറങ്ങണ നേരത്ത് കാല് മൂടണം എന്നാണ്. അങ്ങനെ ഇനി സോക്സ് ഇട്ടാലും മതി, കുഴപ്പമില്ല. അങ്ങനെ കാല് മൂടുന്ന സമയത്ത് എന്താ നമ്മളെ തലച്ചോറിന്റെ ഭാഗത്തുള്ള ഞരമ്പിന് ബലം കൂടാൻ നല്ലതാണെന്നുള്ളതാണ്. അപ്പോ അതായത് ഈ ഓർമ്മക്കൊക്കെ കുട്ടികളെ ഓർമ്മ ശക്തിക്കൊക്കെ നല്ല ഉറങ്ങണ കുട്ടികളെ ഫാൻറ്റിട്ടാ ഉറങ്ങണമെങ്കിലും കാല് മൂടി കൊടുക്കുന്നത് കുട്ടികളെ പഠനത്തെ സഹായിക്കും. കുട്ടികൾ പഠിക്കുമ്പോഴും ആയുർവേദം പറയുന്നത് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയണമെന്നാണ്. എന്തിനാണ്? തെക്കോട്ടോ വടക്കോട്ടോ തിരിയുമ്പോ ഭൂമിയുടെ കാന്തിക ആകർഷണ വികർഷണ മേഖലയാണ് വടക്കും തെക്കും. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കാന്തവും ഈ കാന്തവും തമ്മിൽ ഒട്ടിയാലും പ്രശ്നമാണ്, അകന്നാലും പ്രശ്നമാണ്. അപ്പൊ ആയതുകൊണ്ട് അത് രണ്ടുമില്ലാതെ അനുപാതത്തിലാവാൻ വേണ്ടിയിട്ടാണ് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയണം എന്ന് പറയാൻ കാരണം. അവ പടിഞ്ഞാറോടെ നമ്മൾ പറയുന്നത് എന്താണ്? ഖിബിലക്ക് മുന്നിട്ട് പഠിക്കുക. അപ്പൊ മദ്രസയിലാണെങ്കിലും ശരി, ഇരിക്കുന്ന കുട്ടികളെ തെക്കോട്ട് തിരിയാതെ, സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ഇരിക്കുന്ന കുട്ടികളെ തെക്കോ വടക്കോ തിരിക്കാതെ കിഴക്കോ പടിഞ്ഞാറോ തിരിക്കുകയാണെങ്കിൽ മറ്റുള്ളതിനേക്കാൾ 30% പഠനത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ അതിനു വേണ്ടി അതിലേറ്റവും വലിയതാണ് മനസ്സ് ഉഷാറാകുക. പുഞ്ചിരിക്കണവർക്ക് ആരോഗ്യം കൂടുന്നതാണ്. അല്ലാതെ ഗൗരവത്തിൽ ഈറടിച്ചങ്ങാട് എപ്പോഴും നടക്കരുത്. അങ്ങോട്ടും വന്നു ഇങ്ങോട്ടും മണ്ട് അങ്ങോട്ടും മണ്ടി ഡിഡി അങ്ങനല്ല വേണ്ടത്. പിന്നെ എപ്പോഴും ഒരു സോഫ്റ്റ് ഹൃദയത്തോടു കൂടെ ആ നിലക്കാകണം. രണ്ടാമത് ചോദ്യം. മൂന്നാമത് അല്ലാഹുവോട് സുബഹി നിസ്കാരത്തിൽ ചോദിക്കുന്ന ചോദ്യം, വതവല്ലനാ ഫീമൻ തവല്ലൈത്. അല്ലാഹുവേ, ഏറ്റെടുത്ത ഒരുപാട് ആളുകളുണ്ട്. ആ ഏറ്റെടുത്തവരിൽ എന്നെയും ഏറ്റെടുക്കണം എന്നാണ്. അല്ലാഹുവോട് അടുക്കുന്നവരിൽ പെടുത്തണം എന്നാണ്. ആരെയാണ് അല്ലാഹു തആല ഏറ്റെടുക്കുന്നത്? വഹുവ യതവല്ല സ്വാലിഹീൻ. അല്ലാഹു സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആരാണ് സ്വാലിഹീങ്ങൾ? അത് ഒരു ദിവസത്തെ വഅദ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. മിൻ ഉമഹിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാതില്ലാഹി ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വയുസാരിഊന ഫിൽ ഖൈറാത്ത്. ഉൾക്കൊണ്ട ആദർശത്തിൽ അടിയുറച്ചു നിൽക്കണം എന്ന തീരുമാനത്തോടെ വിശുദ്ധ ഖുർആനിനെ പവിത്രതയോടുകൂടെ കണ്ട് പാരായണ രംഗത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് നിശയുടെ നിശബ്ദതയിൽ ഇരുളിന്റെ ചുരുളിൽ എല്ലാവരും വിശ്രമിക്കുകയാണെങ്കിലും റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ച് ഉടയ തമ്പുരാനായ അല്ലാഹുവെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്ന് എന്റെ ഈ ഭൗതിക ലോകത്തെ പ്രവർത്തന മേഖല പിന്നിടുമ്പോൾ എനിക്കൊരു പ്രതിഫല ലോകം വരാനുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട്, അതുപോലെ എന്റെ ജീവിതത്തിൽ എന്റെ സഹജീവികളായ പ്രിയപ്പെട്ടവർ അപകടത്തിൽ അകപ്പെടരുത് എന്ന ചിന്തയോടെ ആ പ്രിയപ്പെട്ടവരെ നല്ല കാര്യങ്ങൾ ഉപദേശിച്ച് അവരിൽ വല്ല അരുതായ്മകളും കാണുന്നുണ്ടെങ്കിൽ അത് നിരാകരിക്കാൻ വേണ്ടി രംഗത്ത് വന്ന്, അതുപോലെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിൽ നന്മ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുമോ ആ അവസരങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ വഉലൈക മിനസ് സ്വാലിഹീൻ, അവരാണ് സ്വാലിഹീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. വതവല്ലനീ ഫീമൻ തവല്ലൈത്. മഹാനരായ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് ദ്വാരുന്നത് എന്താ? യൂസുഫ് നബി അലൈഹിസ്സലാം ദ്വാരുന്നതായി കാണാം. ദ്വാർക്കുമ്പോ സമയം സന്ദർഭമൊക്കെ നോക്കണം എന്നാ. വാപ്പാനോട് മക്കൾ ദ്വാരക്കാൻ പറഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ട സഹോദരന്മാരൊക്കെ ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോ യാക്കൂബ് നബി അപ്പൊ ദ്വാരക്കല്ലല്ലോ ചെയ്തത്, സൗഫാ ദ്വാരക്ക, ഞാൻ പിന്നെ ദ്വാരക്കട്ടോ. എന്തിനാ അത് പിന്തിച്ചത്? ആ ദുആക്ക് ഉത്തരം കിട്ടുന്ന ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതെത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ഹദീസിൽ കാണാം. അങ്ങനെ യാക്കൂബ് നബി പറഞ്ഞു, ഞാൻ അപ്പ ദ്വാരക്കും. എല്ലാവരും വരിവരിയായി നിൽക്കും. യൂസുഫ് നബിയും എല്ലാ ആൾക്കാരും ഇങ്ങനെ വരിവരിയായിട്ട് നിന്നു. യാക്കൂബ് നബി അള്ളാഹിനോട് അങ്ങനെ ദ്വാരുന്നു, പടച്ചോനെ, എന്റെ മക്കളുടെ അടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ,
അതുകൊണ്ട് അറിയാതെ സംഭവിച്ചതാണ്. പടച്ചോനെ ഇജ്ജ് എന്താവണം, അവരൊക്കെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തണം എന്നൊക്കെ പറഞ്ഞ് ദ്വാരുന്നു. അമ്മനു എല്ലാരും ആമീനും പറഞ്ഞു. എല്ലാരും സുന്നികളാ, സുന്നത്തമയത്തിന്റെ പ്രവർത്തകരാ. അതുകൊണ്ട് തന്നെ എല്ലാരും എന്താ ആമീൻ ഉണ്ട്. വൈന്നൽ മലായിക്കത്തെ ത്വാമിനൂന മാ തഖൂലൂൻ. നിങ്ങൾ എന്താ ക്യാപ്റ്റൻസിൽ എല്ലാ മലക്കുകളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാ. അല്ലെങ്കിൽ കൂട്ടു പ്രാർത്ഥനയാണ് നേരത്തെ നീച്ചോകല്ലേ വേണ്ടത്. പക്ഷെ ഒരു നീച്ചോകല്ലേ ചെയ്യണം, ഒരു ആമീൻ പറയാ ചെയ്യണത്. അതാണ് ശരിയായ ശൈലി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവര് പറഞ്ഞു വന്നത്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമും അതുപോലെ മക്കളെല്ലാം വന്ന സമയം, ഈ സന്തോഷത്തിന്റെ സമയം റബ്ബിനെ മറക്കാൻ പറ്റൂല എന്ന നിലക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആയിരുന്നതെന്താണ്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാക്കണം എന്നാണ്, സ്വാലിഹീങ്ങളിൽ എന്നാണ്. കാരണം സജ്ജന സമ്പർക്കറാവട്ടെ. ഇബ്നു അബ്ദുല്ലാഹു അൻഹു ഉദ്ധരിക്കുകയുണ്ടായി, ഒരു വിഭാഗം ആളുകൾ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഒരു ചെറുപ്പക്കാരുണ്ട്, ആൾക്കാർക്ക് ഇങ്ങനെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്നു ഫ്രീ ആയിട്ട്. അവനാൻ തന്നെ അലക്കലില്ല അല്ലെ, ഉംറത്തുണി അവിടെ ഇട്ട് പോരല്ല, അവിടെ പുതിയത് വാങ്ങല ചില ആൾക്കാർ അല്ലേ. അങ്ങനെ ആളുകളുടേത് ഫ്രീ ആയിട്ട് ഇങ്ങനെ അലക്കി കൊടുക്കുമ്പോ ഇയാൾ ആരാ റബ്ബേ എന്നുള്ള അലക്ക് അടുത്ത് ഇങ്ങനെ പോയി നോക്കുമ്പോ, ഞങ്ങളുടെ അലക്കാണ്ടോ അങ്ങോട്ട് അയച്ചിട്ടേരിന്ന് പറഞ്ഞു. അത് അലക്കാനല്ല, നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. എന്താ പേര്? എന്റെ പേര് ഇന്നതും ഒക്കെയാണ്. എവിടെ നാട്? എന്റെ നാട് മുസിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മുസിൽ എന്നാൽ മുസിലി ഇറാഖിൽപ്പെട്ട സ്ഥലമാണ്. മുസിൽ എന്ന സ്ഥലത്താണ്. ഹോ, മൂസിൽ എന്ന സ്ഥലത്താണോ നിങ്ങളുള്ളത്? അതെ, ഞങ്ങള് മൂസിൽ എന്ന സ്ഥലത്താണ്. ശരി, നിങ്ങൾക്ക് ഫത്ഹുൽ മൗസിലിയെ അറിയോ? യുവാവിനോട് ചോദിക്കുക, ഫത്ഹുൽ മൗസിലിയെ നിങ്ങൾ അറിയോ? ഓ അറിയാം. എങ്ങനെ അറിയുന്നു? ഞാൻ മൂസിൽ താമസമാക്കിയിട്ടുണ്ടെങ്കിലും എന്റെ നാട് ഇറാനാണ്. ഇറാനിൽ നിന്ന് ഞാൻ എപ്പോഴും ദ്വാരക്കും, പടച്ചോനെ സ്വർഗത്തിൽ എനിക്ക് സഹവസിക്കാനുള്ള ഗുരുവര്യർ അതല്ലെങ്കിൽ കൂട്ടുകാരൻ, ആ സഹചാരിയെ എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഒരു ദിവസം എനിക്കൊരു വിളിയാളം കേട്ടു, നിങ്ങൾ മൗസിൽ പോവുക, അവിടെ ഒരാളുണ്ടാകും, ഫത്ഹുൽ മൗസിൽ എന്ന് പറയുന്ന ഒരാളുണ്ടാകും, അയാളെ പരിചയപ്പെടാൻ. അങ്ങനെ ഞാൻ ഇറാന്റെ മണ്ണിൽ നിന്ന് ഇങ്ങനെ വന്നു. നാട്ടുകാരോട് ചോദിച്ചു, ആരാണ് ഈ ഫത്ഹുൽ മൗസിൽ? അപ്പൊ പറഞ്ഞു, ആ പുഴന്റെ അക്കത്ത് ഉണ്ടാകും ആള്. പോയി നോക്കുമ്പോണ്ട് ഒരാൾ വലട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളുടെ പുഴയിലൊക്കെ ഈ തണ്ടാടിയൊക്കെ ഇങ്ങനെ വലട്ടുങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. ചില ആൾക്കാരിങ്ങനെ അപ്പുറത്ത് വേറെ ആൾക്കാരെ വല അക്കരക്കാരത് ഇട്ടിട്ടുണ്ടാവും. അയിമത്തെ മീനൊക്കെ എന്താണ് പിന്നെ വന്ന അയിമ കയറിക്കോളും എന്നുള്ള നിലക്ക് എടുക്കലുണ്ട് ചില ആൾക്കാർ ഇല്ലേ. അപ്പൊ അങ്ങനെ എന്താണ് ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോ ഇങ്ങനെ വലട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സലാം പറഞ്ഞു. സലാം. എവിടുന്നാ? ഞാൻ ഇറാനിൽ നിന്നാണ്, നിങ്ങളെ കാണാൻ വന്നതാ. കാണാൻ വന്നതാ? അപ്പൊ വല എന്തായി? ചുരുട്ടി മടക്കി. അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പോന്നു, കിട്ടിയ മീനോട്ട് പോന്നു. അത് വീട്ടിൽ വെച്ചിട്ട് ഉഷാറാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഉഷാറാക്കി പള്ളിക്ക് കൊടുത്തേക്കാൻ വേണ്ടി പറഞ്ഞു. പള്ളിയിൽ പോയി ഞങ്ങൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ചു. മഗ്‌രിബ് നിസ്കരിച്ചതിന്റെ ശേഷം ഭക്ഷണം കഴിക്കാൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറെങ്കിലും വേണമെന്നാണ്. ഏത് ഭക്ഷണം കഴിച്ചതിൻ്റെയും ഇതിൻ്റെയും ഇടയിൽ. അതുകൊണ്ടാണ് രാവിലെ ഒരു 9 മണിന്റെ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. അഥവാ നമ്മളാ പുട്ടും കടലൊക്കെ ഉണ്ടല്ലോ, ആ സാധനം തിന്നണം. എന്ത് രാവിലത്തെ സാധനം ഉണ്ടല്ലോ, എന്തായാലും പറയാം, രാവിലെ ചായ എന്ന് പറയാം നമുക്ക്. അതെന്താക്കുക, 9 മണിന്റെ മുമ്പ് പൊക്ക ഗ്ലീസേറായി മാറിയില്ല ഇത്. അപ്പൊ അതിന്റെ മുമ്പ് കഴിക്കണം എന്നാണ്. 10 മണിന്റെ 11 മണിന്റെ ഇടയിൽ ഒന്നും കഴിക്കാൻ പാടില്ല, ശരീരത്തിന് ദ്രോഹം ചെയ്യും. ഉച്ചക്ക് 1 മണിക്ക് 1:30 മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം, അതിന്റെ അപ്പുറം പോകരുത് എന്നാണ്. അപ്പുറം ഭക്ഷണം കഴിക്കണമെങ്കിൽ അത്
ശരീരത്തിലേക്ക് കടക്കും എന്നുള്ളതല്ലാതെ അത് ശരീരത്തിൽ ഫലം ചെയ്യൂല. ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ഭക്ഷണം രാവിലത്തെ ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ 55% നമ്മുടെ ശരീരം ഏറ്റെടുക്കും. ഉച്ചഭക്ഷണത്തിന്റെ 31% ശരീരം ഏറ്റെടുക്കണുള്ളൂ. രാത്രി ഭക്ഷണത്തിന്റെ വളരെ കുറഞ്ഞ 18-16% കേട്ടുള്ളൂ. അപ്പൊ ഏറ്റവും പ്രധാന ഭക്ഷണം കഴിക്കുന്നത് രാവിലെ ആകണം. രാത്രി ഭക്ഷണം ഒരു 7-8 ഇടയിൽ കഴിക്കണം എന്നാണ്. അതുകൊണ്ടാണ് വയതിന് വിളിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയണ്ടെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം വയതിന്റെ മുമ്പാവണം. അവൽ താഴം വയതീൻ കലാം, അതാണ് നമ്മൾ എന്താ പറയാറുള്ളത് ഇല്ലേ? അപ്പൊ ഭക്ഷണം നേരത്തെ കഴിക്കുക എന്നുള്ളത് അതിന്റെ ഒരു മര്യാദ. അവ ചുരുക്കി പറഞ്ഞ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ തന്നെ നല്ല ഫ്രഷ് മീന്, അതല്ലാതെ ചില ഐക്കൂറിനെ കണ്ടാൽ നിങ്ങൾ എന്നെ ഇവിടുന്ന് പോകുന്നതെന്ന് ചോദിക്കേണ്ടി വരും. ആദരിക്കേണ്ട ജാതി ഐക്കൂറേക്കാണ്. കാരണം 5-6 മാസം മുമ്പ് കടലിൽ നിന്ന് പോകുന്നതായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതങ്ങനെയല്ല, നല്ല ഫ്രഷ് മീനും നല്ല ആഹാരം ഇങ്ങനെ കഴിച്ചു റാഹത്തായി. എന്നിട്ട് ഇശ നിസ്കരിക്കുക. അങ്ങനെ ഇശക്കെ നിസ്കരിച്ച് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഒരൊറ്റ പുകല. ഞാൻ വീണു എന്ന് വെച്ചാൽ ഞാൻ കടന്നു ഉറങ്ങി. ഞാൻ എങ്ങനെ ഉറങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആരോ പുതുണ്ടാക്കി കയറുന്നുണ്ട്. ആരാ തിരിഞ്ഞില്ല, ഇങ്ങനെ കയറുക. മറ്റേ ആളോ ഫത്ഹുൽ മൗസലി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. രാത്രി സമയത്തുള്ള നിസ്കാരം മൂല്യമുള്ളതാണല്ലോ. അങ്ങനെ നിസ്കരിക്കുമ്പോ മറ്റേ ആൾ ഇങ്ങനെ കയറി വന്നിട്ട് പുറത്ത് നിസ്കരിക്കാൻ നിന്നു. അവൻ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ നോക്കണുണ്ട്. അപ്പോ നിസ്കാരം സലാം വീട്ടി, രണ്ടാളും സലാം വീട്ടി കഴിഞ്ഞിട്ട് സലാം, എന്തൊക്കെയാ വിശേഷങ്ങള്, റാഹത്തന്നല്ലേ? എന്താ നമ്മളെ അബുസിറിന്റെ വർത്താനം എന്താ? ഞാൻ കുറെ ആയി പോയിട്ട്, എന്നാ രോഗിയായി കിടക്കുക, നമുക്ക് പോവല്ലേ? രണ്ടാളും ഇങ്ങനെ ഇറങ്ങി അങ്ങനെ പോവുക. അലോക്കന്നെ വലിയ ദജല യൂഫ്രട്ടീസ് നദിയാണ്. ആ നദിയുടെ കരന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. രണ്ടാളും ഇങ്ങനെ നിന്നു. ഞാൻ പിന്നാലെ പതുക്കെ ഇങ്ങനെ പോയി. എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, എന്നാലും വെറുതെ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ എവിടുക്കാ പോണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം സ്വർഗത്തിൽ എനിക്ക് ഒപ്പം കൂടാനുള്ള ആളല്ലേ എന്നുള്ള എനിക്ക്. അങ്ങനെ അവിടെ എത്തിയേക്കുന്ന പോവല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വള്ളത്തിന്റെ മേലെ കൂടെ കരയത്ത് കൂടെ നടക്കണം പോലെ എന്നെ രണ്ടാളും വർത്താനം പറഞ്ഞ് അങ്ങനെ നടക്കുക. അങ്ങനെ നടന്ന് അക്കരക്ക് അങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായി, അപ്പൊ രോഗിനെ സന്ദർശിക്കാൻ വേണ്ടി പോവുക. രോഗിനെ സന്ദർശിക്കാൻ വലിയ കൂലിയുള്ള കാര്യമാണല്ലോ. അങ്ങനെ അക്കരെ ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഇയാള് മാത്രം അതിൽ ഇപ്പം പള്ളി പോയി കിടന്നു. ഇനി ഇന്നെ കാണണ്ട, കണ്ടു എന്നുള്ളതിന്റെ വേണ്ടെന്നുള്ള എനിക്ക് നേരെ പള്ളി പോയിട്ട് വേണ്ടാണ്ട് കൂർക്കം വലിച്ചണ മാരിക്കൊക്കെ പാടന്ന് കാട്ടിയിട്ട് അവിടെ എന്താക്കി അങ്ങനെ കടന്ന് അങ്ങനെ ഇരുന്നു. വന്നിട്ട് ബാക്കി ഇങ്ങനെ നിസ്കരിക്കുക. സുബഹി നിസ്കാരം കഴിഞ്ഞു ഫത്ഹിനോട് ചോദിച്ചു, അല്ല ഫത്ഹുൽ മൗസലി എന്നവരെ ആരാണ് ഇന്നലെ വന്നത്? എങ്ങോട്ടാ നിങ്ങൾ പോയത്? എന്തിനാ നിങ്ങൾ പോയത്? ആദ്യമൊക്കെ മുക്കിമുരണ്ടു. അവസാനം പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ ഒരാളോടും പറയരുത്. ആ വന്നത് മഹാനരായ ഖളിർ അലൈഹിസ്സലാം. ഖളിർ അലൈഹിസ്സലാമാണ് വന്നത്. എന്തിനാണ് വന്നത്? അബുസിരി എന്ന് പറയുന്ന മഹാൻ, ആ മഹാൻ രോഗിയാണെങ്കിലും സ്വാലിഹല്ലേ? അപ്പൊ മുജാബറത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടുള്ള സഹവാസത്തിന്റെയും രോഗസന്ദർശനത്തിന്റെയും പ്രതിഫലം എനിക്ക് കിട്ടാനാണ് ഞാൻ ആ നിലക്ക് പോയത് എന്ന് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മൗസലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, യൂസുഫ് നബി അലൈഹിസ്സലാം ദുആയിരുന്നത് വതവല്ലനി ഫീമൻ തവല്ലൈ. ഈ ചരിത്രം മഹാനരായ ഹിജ്റ 281 വഫാത്തായ ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ-ഔലിയാ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടണം. അല്ലാഹു നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നാലാമത്തത് സുബഹി നിസ്കാരത്തിൽ അല്ലാഹുവോട് ചോദിക്കുന്നത് വബാരിക് ലീ ലനാ ഫീമാ അഅ്തൈത്, അല്ലാഹുവേ നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ എന്നാണ്. നൽകിയത് ഏതാണ്? പ്രധാനപ്പെട്ട 4 നിഅമത്ത് ഏതാണ്? ശരീരം, സമയം, സമ്പാദ്യം, സന്താനം.
ഈ 4 നിഅമത്താണ് അള്ളാഹു നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട നിഅമത്തുകൾ. ഒന്ന് ശരീരം. ശരീരത്തിലുള്ള ബർക്കത്ത് കാരണം എന്താണ്? ഈ ശരീരം വേണ്ടിടത്ത് ഉപയോഗിക്കുക, ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കുക. കാണേണ്ടത് കാണാനാണ് കണ്ണ്, കാണാനല്ല കാണേണ്ടത് കാണാൻ, കേൾക്കേണ്ടത് കേൾക്കാൻ, ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കാൻ. ആ നിലക്ക് നമ്മുടെ ശരീരത്തെ നല്ല മേഖലയിലൂടെ വിനിയോഗിക്കലാണ് ബറക്കത്ത്. രണ്ടാമത്തത് നമുക്ക് അല്ലാഹു നൽകിയ സമയം ഗുണകരമായ മേഖലയിലൂടെ മാത്രം ഉപയോഗിക്കുക എന്നതാണ്. ആവശ്യമില്ലാത്ത മേഖലയിൽ നിന്ന് ഒഴിവാവുക എന്നതാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് രാത്രിയിൽ ഇബാദത്ത് എടുക്കേണ്ട സമയമാണ്. വിശുദ്ധ റമളാനിലെ ഒടുവിലത്തെ 10 സമയം ഏറ്റവും മൂല്യമുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനരായ ഇബ്രാഹിം നഖഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് വ്യാഴാഴ്ച ആയാല് ഭാര്യ മൂപ്പരും പെരിഞ്ചാതി കരച്ചില ബാതിലും അടച്ചിട്ട്. എന്തേ കാരണം? അവിടുന്ന് പറഞ്ഞത്, ഒരാഴ്ചത്തെ ഇബാദത്ത് ഉയർത്തപ്പെടുന്ന സമയമാണ് ഈ വെള്ളിയാഴ്ച രാവ് പറയുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ച എന്റെ സമയത്തിൽ എത്ര ഗുണമുണ്ട് അല്ലാത്തതുണ്ട്, ഇതാലോചിച്ചിട്ടാണ് ഞാൻ വിഷമിക്കുന്നത് എന്ന് മഹാനരായ ഇബ്രാഹിം നഖഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ. അതുകൊണ്ട് സമയത്തിൽ ബറക്കത്ത് വേണം, മക്കളിൽ ബറക്കത്ത് വേണം എന്ന് പറഞ്ഞാൽ ഗുണകരമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന മക്കളാവണം. സമ്പാദ്യത്തിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഹലാലിലൂടെ സമ്പാദിക്കാനും പൊരുത്തത്തിൽ മാത്രം വിനിയോഗിക്കാനും സാധിക്കണം. ഇതാണ് സുബ്ഹി നിസ്കാരത്തിൽ അല്ലാഹുവോട് നാം ചോദിക്കാറുള്ളത്. പിന്നെയോ വഖിനാ ശർറ മാ ഖളൈത്, വിഖായത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കാവൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പ്രപഞ്ചത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയപ്പോ പരീക്ഷണം എന്ന നിലയ്ക്ക് ഇവിടെ പല വിഷയങ്ങളുണ്ട്. പിശാചുക്കളുണ്ട്, ദുനിയാവുണ്ട്, അതുപോലെ ജിന്നുകളുണ്ട്, മനുഷ്യന്മാരുണ്ട്, അതുപോലെ ഹിംസജന്തുക്കളുണ്ട്, ക്ഷുദ്രജീവികളുണ്ട്, പല സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ നിന്ന് മോചനം നേടാനാണ് വഖിനാ ശർറ മാ ഖളൈത്. അല്ലാഹുവേ, വിധിച്ച എന്റെ അളവിൽ എന്തെങ്കിലും വല്ല ഷർറും വരാനുണ്ടെങ്കിൽ, വല്ല അപകടങ്ങളുണ്ടെങ്കിൽ റബ്ബേ അത് തട്ടി നീക്കണം എന്ന്. ലാ യുറദ്ദുൽ ഖളാ ഇല്ല ദുആ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഖളാഇനെ അല്ലാഹു അടിമ ദുആ കൊണ്ട് സജീവമാക്കുമ്പോ എന്തെങ്കിലും മൈനസായി നെഗറ്റീവായ നമ്മളെ ബാധിക്കുന്ന വല്ല ഖളാ ഉണ്ടെങ്കിൽ അല്ലാഹു തആല അത് മാറ്റിത്തരും. അതുപോലെ സ്വദഖത്തു റദ്ദുൽ ബലായ, പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ളതാണ് സ്വദഖ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് സുബ്ഹി നിസ്കാരത്തിൽ ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ മലക്കുകൾ വരുന്ന, ഏറ്റവും കൂടുതൽ മലക്കുകൾ സംഭവിക്കുന്ന ആ സമയത്ത് അല്ലാഹുവോട് ചോദിക്കുന്ന ഈ ചോദ്യത്തെ അന്വർത്ഥീകരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒടുവിൽ കിട്ടിയ ചോദ്യം ആദ്യം വായിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരാൾ എഴുത്തിലൂടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ കത്തെഴുതിയാൽ സലാം പടക്കൽ നിർബന്ധമായതുപോലെ തന്നെ അതിന് മറുപടി എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി അയക്കലും ഫർളാണ്, നിർബന്ധമാണെന്നാണ്. ഇനി അങ്ങനെ മറുപടി എഴുതണം എന്നൊന്നുമില്ല. വെറുതെ ഒരു മയ്യത്തും കത്താണെങ്കിൽ ഇപ്പോൾ കത്തിയവന്മാർ മറുപടി എഴുതി കൊടുക്കുമല്ലോ. കാരണം ഒരുപാട് കത്തിയ വെള്ളിയാഴ്ച ഉണ്ടാകും കുറെ കത്തുകൾ. അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അത് സലാം മടക്കണം എന്നതാണ്. ഞങ്ങളുടെ മഹല്ലിൽ ഈ വർഷത്തെ ബദരീങ്ങളുടെ ആണ്ട് നേർച്ച വളരെ ഭംഗിയായി കഴിച്ചു. അൽഹംദുലില്ലാഹ്. നേർച്ച എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിയേണ്ട വരുന്നെല്ലാം വേണം. പിന്നെ വരവ് ചെലവ് കൂട്ടിയപ്പോൾ കുറച്ച് തുക ബാക്കിയുണ്ട്. ബാക്കിയുണ്ടോ? ശരി. ഈ ബാക്കിയുള്ള തുക അടുത്ത നേർച്ചയിലേക്ക് എടുക്കാറാണ് പതിവ്. ഇങ്ങനെ തുടരുന്നത് ശരിയാണോ? എന്താണ് ഇതിന്റെ വിധി എന്നതാണ് ചോദ്യം. ഈ നേർച്ച പോലെയുള്ള ഒരു വർഷത്തിലേക്ക് നേർച്ചയാക്കിയ തുക, ആ തുക ഒരു പ്രത്യേക വിഷയത്തിനാണെങ്കിൽ അതിന് തികഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യം ചെയ്യാം. ഒന്നുകിൽ ബദരീങ്ങളെ
യുടെ പേരിൽ സാധുക്കളായ ആളുകൾക്ക് ഇപ്പൊ ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ സദഖയായി അവർക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതേ ആവശ്യത്തിന് മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കുന്നതിനും കുഴപ്പമില്ല. 98 95 155 216 നമ്പർ അടക്കമാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ ഖബറിങ്ങൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നതിന്റെ വിധി എന്താണ് എന്നാണ്. തബാറ സൂറത്ത് ചില സ്ഥലങ്ങളിലൊക്കെ മുൽക്ക് അല്ലെ, ചില സ്ഥലത്തൊക്കെ തബാറക്ക് ഓതലുണ്ട്. ഇങ്ങനെ തബാറ സൂറത്ത് ഓതുക എന്ന ഏർപ്പാട് ഖബറിന്റെ അടുക്കൽ ചില സ്ഥലങ്ങളിലുണ്ട്. ഈ അടുത്തൊരു മഹല്ലിൽ അത് വലിയൊരു പ്രശ്നമായി. ഒരു ഖതീബ് പിരിച്ചുവിടുന്ന ഘട്ടത്തിൽ വരെ എത്തിയ ഒരു സംഭവമാണ്. റമളാന് രണ്ടാമത്തെ വെള്ളിയാഴ്ചന്റെ തലേന്ന്, രണ്ടാമത്തെ വ്യാഴാഴ്ച, ആ വ്യാഴാഴ്ച ഒരു സ്ഥലത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായി. സ്ഥലം പബ്ലിസിറ്റി ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആ സ്ഥലത്ത് അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാര്, മുത്തഅല്ലിമീങ്ങളും സംഭവങ്ങളും എസ്എഫിന്റെ പ്രവർത്തകരൊക്കെ പോയി ഇങ്ങനെ അവിടെ തബാറ സൂറത്ത് ഖബറടക്കുന്ന സ്ഥലത്ത് ഊതിയോടുകൂടെ അവിടെയുള്ള ഒരാള് അയാള് പറഞ്ഞു ഇത് ഏപ്പിക്കാരുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞിട്ടെന്താണ് ഇങ്ങനെ ഓരോ സംഗതികൾ ഉണ്ടാക്കും. ബുർദ, കുർദ, മുൽക്ക്, കൽക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അള്ളാഹു അയാൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല സലാമത്ത് നൽകട്ടെ. അപ്പൊ നമ്മൾ പറയണത് എന്താണ്, ഈ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നതിന് പ്രത്യേകത ഉണ്ട്. ഒരു പറ്റം സ്വഹാബികൾ ഒരിക്കൽ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഒരു ടെന്റ് കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അത് ഖബറിന്റെ മുകളിലായിരുന്നു. അറിയാതെയാണ് ആ ടെന്റ് കെട്ടിയത്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തബാറ ഓതുന്നത് കേട്ടു. തുർമുദി റിപ്പോർട്ട് ചെയ്യാണ്. ഇങ്ങനെ തബാറക്ക ഓതുന്നത് കേട്ടപ്പോ നബി തങ്ങളുടെ അടുക്കിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അത് ഇന്നഹാ ഹിയൽ മാനിയ വ ഇന്നഹാ ഹിയൽ മുൻജിയ, അത് രക്ഷപ്പെടുത്തുന്ന സംഭവമാണ്. ഖബർ ശിക്ഷ ഇല്ലാതെയാക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. പിന്നെന്താ ഖബറിന്റെ ഉള്ളിൽ ഓതുന്നത്? ജീവിതകാലത്ത് ഒരാൾ ഒരു അമൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഖബർ ലോകത്തും അത് അനുഭവിക്കുന്നത് വേറെ ചില ആളുകൾക്ക് അനുഭവത്തിലൂടെ വരുന്നത് കാണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഹിയൽ മാനിയ ഹിയൽ മുൻജിയാണ്. ഈ ഹദീസ് വിശദീകരിച്ച് ചില ആളുകൾ പറയുന്നു ഖബറിന്റെ അടുക്കൽ സൂറത്തുൽ മുൽക്ക് ഓതൽ നല്ലതാണ്. ഖബറിലേക്ക് മയ്യത്ത് വെക്കുമ്പോൾ ഖുർആൻ ഓതണം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖുലാസ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഖബറിന്റെ അടുക്കിലേക്ക് വെക്കുമ്പോൾ മയ്യത്തിന്, ഈ ഖബറുമായി ബന്ധപ്പെടുന്ന ഈ മയ്യത്തിന് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഖുർആൻ ഓതണത്. അപ്പൊ ഏറ്റവും ഖബറിന്റെ സുരക്ഷ ഉണ്ടാക്കുന്നത് ഏതാ? സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ടാണ് ആ സൂറത്തുൽ മുൽക്ക് പഴയ കാലത്തെ ഓതി വരാണ്. നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ 25 കൊല്ലം മുമ്പ് കൂട്ടലങ്ങാടി പള്ളിയിൽ ഓതിയത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളാ കുഞ്ഞോലിയര് കാരണം എൻ്റെ അമ്മായിന്റെ ഭർത്താവാണ്. നമ്മൾ ഒരാളുണ്ടായിരുന്നു, ഉമ്മറോലിയരൊക്കെ ജ്യേഷ്ഠനായിരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ചോദിക്കുമ്പോൾ അയാളെ ഖബർ നമ്മൾ ചെറുപ്പത്തിൽ വന്ന സമയത്ത് ഖബറടക്കണ നേരത്ത് വരെ സൂറത്തുൽ മുൽക്ക് ഓതിയത് നമ്മൾ ഓർമ്മയുണ്ട്. അങ്ങനെ പഴയ കാലത്തെ ഉള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയം ഒരിക്കലും വിവാദം ആക്കേണ്ടതില്ല. ഹിയൽ മാനിയ ഹിയൽ ഇവിടുന്ന് അംഗത്തുക ഗൾഫിൽ നിന്ന് ലീവ് കിട്ടിയിട്ടില്ല, ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇജ്ജ് കബിൽത്തു അങ്ങനെ പറഞ്ഞാൽ മതി, എനിക്കത് ചെയ്യാവുന്നുള്ളിടത്തോളാണ്. അങ്ങനെ ഒരു പ്രസംഗം. ഇതൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരുടെ മുമ്പിലുള്ള വേദിയിലാവുമ്പോൾ വല്ലാത്ത സങ്കടകരാണ്. കാരണം നിക്കാഹ് കഴിക്കണമെങ്കിൽ സാക്ഷി വേണം. സാക്ഷി ഉണ്ടായാൽ പോരാ, 9 ഷർത്തും സാക്ഷിക്ക് വേണമെന്നാണ്. വലാ യസിഹുൻ നിക്കാഹു ബിദൂനി ഷാഹിദൈൻ, ഷാഹിദൈനിന്റെ ഹളറത്തിലെ 2 സാക്ഷികളുടെ ഹളറത്തിലെ ഈ നിക്കാഹ് സഹീഹാവുകയുള്ളൂ. എങ്ങനെയുള്ള സാക്ഷികളാവണം? മുസ്ലിമൈനി, മുഖ്താറൈനി, ഹുറൈനി, സമീഅൈനി, ബസീറൈനി, മുസ്തഖിലൈനി, 2 അങ്ങനെ ശരിക്ക്
ഈ 9 നിബന്ധനകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളത്തു താലിബീനിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവസാന കാലത്ത് ചില ആളുകൾക്ക് നേതൃത്വത്തിൽ ഇങ്ങനെ വന്നിട്ട് രംഗപ്രവേശനം നടന്നിട്ട് വല്ലു ഇങ്ങനെ ആളുകൾ വഴികേടിലാവാനും തോന്നുമ്പോത്തിന് ഫത്വയും കൊടുക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാലഘട്ടങ്ങളെ തൊട്ട് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇങ്ങനെ തെറ്റ് പറയുന്നവർക്ക് ശരി മനസ്സിലാക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാവട്ടെ എന്നാണ്. മതപരമായ വിവരമില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള മേഖലയിൽ കയറാൻ പാടില്ലല്ലോ, അതൊരു മര്യാദയാണ്. പിന്നെ നമ്പർ 3, ദിക്ർ ചൊല്ലുമ്പോൾ ആടുന്നത് എന്തിനാണ്? ദിക്ർ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് സൈഡിക്കോ അല്ലെങ്കിൽ മുന്നിക്കോ എവിടേക്കെങ്കിലൊക്കെ എന്താവാറുണ്ട്? ആടാറുണ്ട്. അത് ദിക്ർ ചൊല്ലുമ്പോൾ ആടുക എന്നുള്ള സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് കൈഫ കാന സ്വഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദിക്ർ ചൊല്ലുന്ന സമയത്ത് സ്വഹാബത്തെ കിറാം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞത്, ഹും തമാദൂന കമാദത്തുൽ അസ്ജാർ, മരങ്ങൾ ഇങ്ങനെ ആടുന്നത് പോലെ ആടി അവര് ദിക്ർ ചൊല്ലുമ്പോൾ ആടാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി കാണാം. അതുപോലെ തോപ്പിക്കാരായ ആളുകൾ വന്ന് നബി തങ്ങളുടെ മുമ്പിൽ ആടി ദിക്ർ ചൊല്ലിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വിരോധിക്കേണ്ടതാണെങ്കിൽ എന്ന് പറയേണ്ടിയിരുന്നല്ലോ. പിന്നെ ഖുതുബിയത്തിൽ വിളക്ക് അണക്കുന്നത് എന്തിനാണെന്നാണ്. വിളക്ക് അണക്കാൻ ലൈറ്റ് കെടുത്താൽ രണ്ടുണ്ടല്ലോ. പണ്ടേന്ന് വിളക്ക് മുതൽ ഇപ്പൊ വിളക്കില്ലാത്തത് കൊണ്ട് ലൈറ്റ് കെടുത്തലാണ്. അങ്ങനെ ലൈറ്റ് കെടുത്തേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഈ ലൈറ്റ് കെടുത്തുന്നത് എന്നതാണ്. ലൈറ്റ് കെടുത്തുക, ഖുതുബിയത്തിൽ ലൈറ്റ് കെടുത്തുക എന്നുള്ളത് മാനസികമായ ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ദുആ സ്വീകരിച്ച വിഷയം ഖുർആൻ പറഞ്ഞപ്പോ വദന്നൂനി ഇദ്ഹബ മുഗാളിബൻ ഫളന്ന അല്ലന ഖദറ അലൈഹി വനാദാ ഫിൽ ളുലുമാത് ഇരുട്ടിൽ വെച്ചിട്ടാണ് പറഞ്ഞത് എന്ന് ഖുർആൻ പറഞ്ഞത് കാണാം. അതുകൊണ്ടാണ് പ്രതിഫലാർഹമായ കാര്യങ്ങൾ ചൊല്ലുമ്പോൾ ആ ചൊല്ലുന്ന സമയത്ത് ഹത്താ ഹുനാക സിറാത്ത്, അവിടെ വിളക്കുണ്ടെങ്കിൽ അത്ഫഅഹു, അത് കെടുത്തിക്കളയണം എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് നൂബിൽ ജാബിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ സലാലുൽ ഫുളാഹി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ തിരുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമ എന്ന പ്രയോഗം അത് തൗഹീദിന് വിരുദ്ധം അല്ലേ? നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമയല്ലേ? അള്ളാന്റെ അടിമയാകുമ്പോ സാധാരണ മൗലിദിലൊക്കെ അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗാഫിറു ഫിക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു യാ നബി. അവൻ നബിന്റെ അടിമ എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ്. അബ്ദ് എന്ന പ്രയോഗം 3 അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ഉലൂഹിയത്ത്, ഇലാഹിന്റെ പ്രതിപ്രയോഗമായി. അപ്പൊ അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമ എന്ന് വെച്ചാൽ ഈ അടിമ അള്ളാഹുവെ ആരാധനാ മനോഭാവത്തോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രയോഗം. അപ്പോ അള്ളാഹുവിന്റെ അബ്ദ് എന്ന അർത്ഥത്തിൽ ഒന്ന്. രണ്ടാമത്, പഴയ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. വഅൻകിഹുൽ അയാമാ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും, മിൻ ഇബാദിക്കും, നിങ്ങളുടെ അടിമ, ആ ഒരു പ്രയോഗം. മൂന്നാമത് സയ്യിദ്, യജമാനൻ എന്നുള്ളതിന്റെ എതിരിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം. ഹബീബായ മുഹമ്മദ് മുസ്തഫ അന സയ്യിദ് വൽദി ആദം, ഞാൻ ആദം നബി അലൈഹിസ്സലാമിന്റെ സയ്യിദാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെയും ആദം സന്തതികളുടെ, അന സയ്യിദ് വൽദി ആദം, ആദം മക്കളുടെ, മനുഷ്യരുടെ നേതാവാണെന്ന് പറഞ്ഞ നബി സയ്യിദാണെങ്കിൽ പിന്നെ നമ്മളെ അബ്ദാണ്. അതുകൊണ്ടാണ് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്തു അബ്ദഹു വ ഖാദിമഹു, അൽ മുസ്തദറക്കിൽ 126 കാണാം. കുന്തു അബ്ദഹു, ഞാൻ മുത്ത് നബിയുടെ അടിമയാണ്, ഖാദിമുമാണ് എന്ന് വിശേഷിപ്പിച്ചതായി കാണാം. ഒന്ന്.
സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു അന അബ്ദുഹു, ഞാൻ മുത്തുനബിയുടെ അബ്ദാണ്. അപ്പൊ സൽമാൻ അൽ ഫാരിസിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അടിമ എന്ന് പറയുന്നത് വിരോധമില്ലെങ്കിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ അബ്ദ് എന്ന പ്രയോഗത്തിന് വിരോധമില്ലെങ്കിൽ നമുക്കും വിരോധമല്ല. അപ്പൊ മുത്തുനബിയെ സയ്യിദായി ആരൊക്കെ അംഗീകരിക്കുന്നുണ്ടോ അവർക്കൊക്കെ ആവാം. ചില ആളുകൾ നബി തങ്ങളെ സയ്യിദായി അംഗീകരിക്കുന്നില്ല, അവർക്ക് അതിന് വിരോധമുണ്ട്. അത്രേ ഈ വിഷയത്തിലുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിന്റെ ലക്ഷണം ഇതാണ്. 5 എന്താണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് അനുവദനീയമാണോ എന്നതാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ബാങ്കുകളും ചില സ്വകാര്യ ഫിനാൻഷ്യൽ രംഗത്തുള്ള ചില കമ്പനികളൊക്കെ നടത്തുന്ന ഏർപ്പാടാണ് മ്യൂച്വൽ ഫണ്ട്. 1 ലക്ഷമോ 5 ലക്ഷമോ അങ്ങനെയുള്ള ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ലാഭവിഹിതം എന്ന നിലയ്ക്ക് സ്വീകരിക്കുന്ന ഇത്ര 5 കൊല്ലത്തിന് അല്ലെങ്കിൽ 3 കൊല്ലത്തിന് എന്ന കണക്കിന് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മേഖലയാണ് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം. മ്യൂച്വൽ ഫണ്ട് പല കമ്പനികളും നടത്തുന്നുണ്ട്. SIB സൗത്ത് ഇന്ത്യൻ ബാങ്ക് നടത്തുന്നുണ്ട്, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്നുണ്ട്, അതുപോലെ ബജാജ്, അങ്ങനെ കുറെ ആളുകൾ നടത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഈ തരം ഒരു ബിസിനസ്സിൽ ഒരാൾ ക്യാഷ് ഇറക്കുമ്പോൾ ആ ബിസിനസ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതും തന്നെ ഫിക്സ്ഡ് ബെനിഫിറ്റ് ഓഫർ ചെയ്യാൻ പാടില്ല. ഇത് തരുമ്പോൾ ഇത്ര എന്നുള്ളത് പറയാനും പാടില്ല. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സംഭവങ്ങളിൽ എന്തിനാണ് ഇറക്കുന്നത് എന്ന് ഇറക്കുന്നവർക്ക് തിരിഞ്ഞു കൊള്ളണമെന്നില്ല. മാത്രമല്ല ഇപ്പൊ SIB സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് നമ്മൾ 100 രൂപ കൊടുത്താൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുത്താൽ 19.6% ബേവറേജ് മേഖലയിലേക്കാണ് പോകുന്നത്, മദ്യത്തിലേക്ക്, കള്ള് പോലെയുള്ള വിഷയങ്ങളിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ അതിന്റെ കുറച്ച് ശതമാനങ്ങൾ പോകുന്നത് അത് ബാങ്കിംഗ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ബാങ്ക് വായ്പ കൊടുക്കുന്ന ആളുകളിൽ നിന്ന് തിരികെ എടുക്കുന്ന ഇൻട്രസ്റ്റ് ഇതിലേക്ക് ലഭിക്കാൻ വേണ്ടി അങ്ങനെയുമാണ്. അതിലും അങ്ങനെയാണ്. അതുപോലെ ഇൻഷുറൻസ് അതും ഇങ്ങനെ തന്നെയാണ്. അത്തരം വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നമ്പർ 6 അഡ്വാൻസ് കൊടുത്ത കച്ചവടത്തിൽ നിന്ന്, അഡ്വാൻസ് നൽകി കച്ചവടത്തിൽ നിന്ന് ഒഴിവായാൽ അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. ഒരാൾ സ്ഥലക്കച്ചവടം നടത്തുകയാണ്. ആ സ്ഥലക്കച്ചവടം നടത്തിയിട്ട് ഇങ്ങനെ അഡ്വാൻസ് എന്തായി ഒരു 10,000 ഉറുപ്യ കൊടുത്തു. പിന്നെ കട്ടകാലത്തിന് കായ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കച്ചവടം മുറിഞ്ഞാൽ ഈ 10,000 അയാൾക്ക് എടുക്കണോ വേണ്ടേ? ഇതാണ് മസാല. ഇങ്ങനെ അഡ്വാൻസ് തിരിച്ച് ഇങ്ങോട്ട് തരൂല എന്ന പേരിലാണ് കച്ചവടമെങ്കിൽ ആ കച്ചവടത്തിന് ബൈഉൽ ഉർബൂൻ, ബൈഉൽ ഇർബാൻ എന്നാണ് അറബിയിൽ പറയുക. അഥവാ അഡ്വാൻസ് കൊടുത്താൽ കച്ചവടം സപ്പോസ് മുറിയുകയാണെങ്കിൽ അഡ്വാൻസ് തിരിച്ചു കൊടുക്കുകയില്ല എന്ന നിലപാടിലുള്ള കച്ചവടം ബൈഉൽ ഉർബൂൻ, ബൈഉൽ ഇർബാൻ എന്നൊക്കെ പറയും. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഉൽ ഉർബൂൻ, ബൈഉൽ ഉർബൂനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കച്ചവടം ഹറാമാണ്. അപ്പൊ അഥവാ ആരെങ്കിലും ഇങ്ങനെ കച്ചവടത്തിൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ക്യാഷാണ് ആദ്യം അഡ്വാൻസ് ആയി വാങ്ങിയതെങ്കിൽ ആ അഡ്വാൻസ് വാങ്ങിയത് തിരിച്ച് കൊടുക്കുക തന്നെ വേണം എന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ വെറുതെ അലക്കിക്കൊടുത്തു എന്ന് പറഞ്ഞ ഒരാളെ ചരിത്രം പറഞ്ഞു. അത് മുഴുവൻ പറയാമോ എന്നതാണ് മറ്റൊരു ചോദ്യം. അപ്പൊ മുഴുവൻ പറഞ്ഞാൽ അത് 1.5-2 പേജായിട്ടുണ്ട് ആ കിതാബിലെ ചരിത്രം. അതെങ്ങനെ പറയുമ്പോ കിതാബ് കൊടുത്താൽ അങ്ങനെ അർത്ഥം വെക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അവസാനം സ്വർഗത്തെ കൂട്ടുകാരനായിട്ട് അവിടെ വരും. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശാലായിട്ട് നമുക്ക് പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ ചില വ്യക്തികൾ പള്ളിയിൽ കയറിയ ഉടനെ ഫാൻ ഇടുന്നു, ഫാൻ ഓണാക്കാണ്. മറ്റു പലരും ചൂടും വിഷവും സഹിച്ച് പള്ളിയിലിരിക്കുമ്പോൾ വേറെ ആൾക്കാർ ചൂടും ഇതൊക്കെ ഇരുന്നാണ്ട് എന്താണ് പള്ളിയിലിരിക്കുന്നുണ്ട്. അപ്പൊ ഒറ്റക്ക് വന്നിട്ട് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഒറ്റക്കാണ് ഫാൻ ഇടുക.
അങ്ങനെ ഇരിക്കുമ്പോൾ സ്വന്തം ആവശ്യത്തിനായി ഫാൻ ഇടുന്നത്, ജമാഅത്തിനല്ലാതെ ഫാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. ആർക്കുള്ള ഭാരം അറിയില്ല, സംഭവം എന്താണ്, ഇങ്ങനെ ഒരു ചോദ്യമാണ്. പള്ളിന്റെ കറണ്ട് പൊതുവായിട്ട് റാത്തിബായ ജമാഅത്തിന്റെ സമയത്ത് നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഒറ്റയ്ക്ക് ഇനി പള്ളിയിൽ ഒരാൾ വയസ്കരിക്കാൻ കയറുകയാണെങ്കിൽ ഹൗദത്തെ വെള്ളം ഉപയോഗിക്കാറുണ്ട്, ഫാനും കൊടുക്കാറുണ്ട്. അപ്പൊ പള്ളി പരിപാലനത്തിന് നമ്മുടെ ഒരു പെട്ടി ഉണ്ടാകും. ആ പെട്ടിക്ക് ഒരു 10 ഉറുപ്പിക കിട്ടിയാൽ ആ പ്രശ്നം എന്താകുന്നതാണ്, അത് പരിഹരിക്കപ്പെടുന്നതാണ്. പിന്നെ പല മഹല്ലുകളിലും സ്ത്രീകൾ തന്നെ, ബ്രാക്കറ്റിൽ ഒന്നുണ്ട്, അത് ഞാൻ വായിക്കണില്ല, ക്ലാസ് എടുക്കുന്ന രൂപം കാണുന്നു. ഇത് ഇസ്ലാമികമാണോ? അന്യ പുരുഷ ദർശനം തീരെയില്ല. ചില സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുക്കലേക്ക് അങ്ങോട്ട് പോയി ക്ലാസ് എടുത്തിരുന്നു, ക്ലാസ് കേട്ടിരുന്നു, എടുക്കല്ല. അപ്പൊ ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു വിവരമുള്ള സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയോട് പോയി മസ്അല ചോദിക്കാം എന്നുള്ളതല്ലാതെ ക്ലാസ് എടുക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് ഒരൊറ്റ പെണ്ണുങ്ങളെ കൂട്ടത്തേക്ക് ആയിഷ ബീവിനെ പറഞ്ഞത് കാണൂല. അങ്ങനല്ല. അപ്പൊ പുറത്തു പോകാൻ തന്നെ ഖുറൂജു ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞതിനെതിരാണ്. ഇത് കുടുംബ ബന്ധം സന്ദർശിക്കാനോ ഭാര്യ വീട്ടിലേക്കോ അല്ലെ ഉമ്മാനെ കാണാനോ രോഗിയെ സന്ദർശിക്കാനോ അങ്ങനെയുള്ള വിഷയമല്ല. ഇങ്ങനെ അത് ഇന്ന് ഒരുപാട് മദ്രസും കോളേജുകളും സംഭവങ്ങളും എന്നുള്ളത് ഖുറൂജുഹുന്ന ഖൈറുല്ലഹുന്ന ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, വീടാണ് ഉത്തമം എന്നുള്ളതിനെതിരായത് കൊണ്ട് തന്നെ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. ആ നബി തങ്ങൾ പറഞ്ഞ തീരുമാനത്തിന് എതിരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വഹാബിയായ ഉമ്മയോട് മാനസികമായി അകന്നു നിൽക്കുന്നതിന്റെ വിധി. ഉമ്മ മരണപ്പെട്ടാൽ സുന്നിയായ മകൻ എന്തെങ്കിലും ചെയ്താൽ ഫലം ലഭിക്കുമോ എന്നതാണ്. വഹാബിയായ ഉമ്മയോട് മാനസികമായി അകന്നു നിൽക്കാതെ പതുക്കെ അടുത്തു പോയിട്ട് ഉമ്മാനെ വഹാബിസത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി നോക്കുക, അതിന് ശ്രമം നടത്തുക. ബിദ്അത്തുകാരായ ഉസൂലാണെങ്കിൽ അവരെ സുന്നത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം എന്ന നിലക്ക് അവരോട് പരമാവധി ശ്രമിക്കുക. മരണപ്പെട്ടാല് എന്തെങ്കിലും ചെയ്താൽ ഫലം കിട്ടുമെന്നാണ്. വഹാബികൾ മരണപ്പെട്ടാൽ ഓല ഇബാദത്ത് തന്നെ കിട്ടൂല, പിന്നല്ലേ വേറെ ആൾക്കാരെ ഇബാദത്ത്. അബല്ലാഹു അൻ യഖ്ബല അമലൽ മുബ്തദി ഹത്താ യർതദിഅ ഖാല റസൂലുള്ളാഹി. ഒരു മുബ്തദി ആയ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കൂല ഹത്താ യർതദിഅ, ബിദ്അത്തിൽ നിന്ന് പിരിയുന്നത് വരെ എന്നതാണ്. ഖിയാമുൽ ലൈൽ എന്ന നിസ്കാരം ഏതാണ്? അത് രാത്രി നിസ്കരിക്കുന്നതാണ്. എത്ര റക്അത്താണ്? അത് മിനിമം 2 റക്അത്താണ്. അതിന്റെ സമയം എപ്പോഴാണ്? തഹജ്ജുദാക്കിയിട്ട് നിസ്കരിക്കണമെങ്കിൽ ഉറങ്ങി എണീറ്റിട്ട്, അല്ലെങ്കിൽ രാത്രി പാതിരാവിന്റെ ശേഷമാണ് അതിന് ഏറ്റവും അഫ്ളലായ സമയം. ഒരു ഖബറിൽ ഒന്നിൽ കൂടുതൽ പേരെ മറവ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. കുറെ ആൾക്കാർ മരണപ്പെട്ടാൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേരെ ഖബറിൽ മറവ് ചെയ്യേണ്ടി ഘട്ടം വരും. പഴയ ഖബർ എത്ര കാലം കഴിഞ്ഞാലാണ് മാന്താൻ പറ്റുക? അതിന് ഇത്ര കൊല്ലം, ഇത്ര മാസം, ഇത്ര ഡേറ്റ്, ഇത്ര മണിക്കൂർ എന്നുള്ളതൊന്നുമില്ല. ഖബറിന്റെ ഉള്ളിലെ മയ്യത്ത് നുരുമ്പി പോവുക എന്നുള്ളതാണ് അതിന്റെ മാന്താനുള്ള ഒരിത്. വിലപിടിപ്പുള്ള എന്തെങ്കിലും ഖബറിൽ അകപ്പെട്ടാലും മാന്തണ്ടി വരും, അതെടുക്കാൻ വേണ്ടിയിട്ട്. ഖിബിലക്ക് എതിരായിട്ടാണ്, ഖിബിലയെ തൊട്ട് തെറ്റിച്ച രൂപത്തിലാണ് ഖബറിൽ കിടത്തിയതെങ്കിൽ തഗയ്യുറിന്റെ മുമ്പ് മാറ്റം വരുന്നതിന്റെ ദുർഗന്ധ ശരീരമൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോകുന്നതിന്റെ മുമ്പാണെങ്കിൽ ഖിബിലയിലേക്ക് തിരിച്ചു കടത്താൻ വേണ്ടി നിർബന്ധമായിട്ടും മാറ്റണം എന്നതാണ്. മദീന പോലുള്ള രാജ്യങ്ങളിൽ, സൗദി അല്ല രാജ്യം, മദീന സ്ഥലമാണ്, മദീന പോലുള്ള രാജ്യങ്ങളിൽ ഖബർ കൂടുതൽ കാലം കഴിയാതെ തന്നെ മാന്തുന്നു. ഇതിന്റെ വിധി എന്താണെന്നാണ്. വിദേശത്ത് പെട്ടെന്ന് ഒരുപാട് ഈ ജന്നത്തുൽ ബഖയിലോ അതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഖബർ അടക്കേണ്ട, എന്നും ഓരോ പക്കത്തിനും കുറെ ജനാസ ഉണ്ടായത് കൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ ഖബർ അടക്കേണ്ടി വരുമ്പോൾ മാന്തേണ്ടി വരികയാണ്. അങ്ങനെ മാന്തേണ്ടി വരും എന്നുള്ളതിന്റെ നിലക്കാണ് ഖബർ അടക്കുന്ന സമയത്ത് തന്നെ ചില ഖബറുകളിൽ സ്പ്രേ അടിക്കും, ചിലപ്പോൾ ഒരു പൗഡർ ഇടും. അങ്ങനെ ഇടുമ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞാൽ അവിടെ മയ്യത്തുണ്ടാവൂല, ആവിയായി പോയിട്ടുണ്ടാകും. അതിന്റെ മസ്അല എന്താന്നുള്ളത് വേറെ വിഷയം. അതാണ് അവിടെ പെട്ടെന്ന് ഇങ്ങനെ ആവാനുള്ളത് കാരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുആക്ക് എങ്ങനെ ഇരിക്കണം? ദുആക്ക് ഖിബിലക്ക് മുന്നിട്ട് ഇരിക്കൽ അതിന്റെ ഒരു മര്യാദയാണ്.
കുറ്റക്കാരാകുമ്പോഴും ഒറ്റക്കാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും ഒരേപോലെയാണ് ഇരിക്കേണ്ടത്. കൂട്ടത്തിലാകുമ്പോൾ ഇങ്ങനെ ഹൽക്കയായിട്ടാണെങ്കിൽ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുക, അതല്ലെങ്കിൽ വരി വരിയായിട്ട് സഫിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും തിരിയാതെ ഖിബിലാക്ക് മുന്നിട്ടിരിക്കുക എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. അപ്പൊ ഒരു സദസ്സിനോട് അഭിമുഖീകരിച്ച നിലക്കാണെങ്കിൽ ആ നിലക്ക് ദ്വാരക്കുന്ന ആള് നേതൃത്വം നൽകുന്നതാണ് സദസ്സിലേക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇങ്ങോട്ടും എന്നുള്ളതൊക്കെ അതിന്റെ ഒരു ശൈലി തന്നെയാണ്. അല്ല ഇപ്പൊ ഞാനും കൂടി ഇപ്പൊ ഖിബിലാക്കിരിക്കുകയാണെങ്കിൽ ആൾക്കാരെന്താവും, അതിനിപ്പോ നിസ്കരിക്കുകയാണെന്നിട്ടുള്ളൂ. പിന്നെ വേറെന്താണ് ആണോ? നാളെ ചോദ്യം എഴുതുമ്പോ നിറള്ള പെണ്ണോണ്ട് എഴുതണം. കൈ ഉയർത്തുന്നതിന്റെ രൂപം എങ്ങനെ? കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തുമ്പോ അവിടുത്തെ ഈ കൈയിന്റെ താഴെയുള്ള ഭാഗത്തിന്റെ വെളുപ്പ് കണ്ടിരുന്നു എന്ന് ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. തലമുടിക്ക് കറുപ്പ് ചായം കൊടുത്തവൻ മരണപ്പെട്ടാൽ അവനെ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? തയമ്മം ചെയ്തു കൊടുത്താൽ മതിയാകുമോ വെള്ളം ചേരാത്തതിന് പകരം എന്നതാണ് മറ്റൊരു ചോദ്യം. തലമുടി കറുപ്പിക്കാൻ പാടില്ല, മീശ താടിയും കറുപ്പിക്കാൻ പാടില്ല എന്നുള്ള വിഷയം ഞാൻ നമ്മൾ സംസാരിച്ചു. എന്നാൽ ഇങ്ങനെ കറുപ്പിക്കപ്പെട്ട ഒരു വ്യക്തി വെള്ളം തടയുന്ന രൂപത്തിലാണ് മുടിയെങ്കിൽ ആ വെള്ളം തടയാത്തതിന്റെ പേരിൽ, വെള്ളം ചേരാത്തതിന്റെ പേരിൽ തയമ്മം ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ മയ്യത്ത് വല്ല പോസ്റ്റ്മോർട്ടം അതുപോലെ വിധേയമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുന്നിക്കഴിഞ്ഞാൽ ഈ തുന്നിന്റെ ഉള്ളിൽ തൊലി അകപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് അവിടെ വെള്ളം നനയാൻ കഴിയൂല. അതുകൊണ്ട് അവർക്കും തയമ്മം ചെയ്യേണ്ടി വരും. പക്ഷെ ഇന്നത്തെ ചില സർജറികൾ, പിന്നെ പോസ്റ്റ്മോർട്ടങ്ങൾ ചില അങ്ങനെ ആവാത്ത, ഉള്ളിലേക്ക് തുന്നി വരാത്ത രൂപത്തിലുള്ള തന്നെയുണ്ട്. ചിലത് സ്റ്റിക്കറാണ് ഉണ്ടാവാറുള്ളത്. സ്റ്റിക്കർ ആണെങ്കിലും ആ സ്റ്റിക്കറിന്റെ താഴെ വെള്ളം നനയൂല. അപ്പൊ തയമ്മത്തിന്റെ വിഷയമാണ്. ഇപ്പോഴത്തെ ടോയ്ലറ്റിലെ, അതായത് നമ്മളെ ഈച്ച കരയുന്ന ടോയ്ലറ്റ് ഉണ്ടല്ലോ, യൂറോപ്യൻ ടോയ്ലറ്റ് വന്നപ്പോൾ ഈച്ച പട്ടിണി ചെയ്യാന്നു. ഈ യൂറോപ്യൻ ടോയ്ലറ്റില്, അതും അല്ല മുന്തിയ ടോയ്ലറ്റ് ആണെങ്കിൽ അടിച്ചു കഴുകുന്ന ടാപ്പ് ഉപയോഗിക്കുന്നത് നോമ്പിനെ ബാധിക്കുമോ എന്നാണ്. അതായത് നമ്മള് സ്വിച്ച് ഇട്ടാല് എന്താവും, ബാക്കിൽ നിന്ന് എന്നിട്ട് വെള്ളം പമ്പ് ചെയ്യും. അങ്ങനെ വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്താൽ കഴുകി കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെ വെള്ളം പമ്പ് ചെയ്യണ നേരത്ത് ഉള്ളിലേക്ക് പോയാൽ ശരിക്ക് ഉള്ളിലേക്ക് വെള്ളം കടക്കാത്ത രൂപത്തിൽ സാധ്യമാകുന്ന ഈ ക്രിയക്ക് ഇത്തരം ഒരു ക്രിയ ഉപയോഗിച്ചത് കൊണ്ട് ഉള്ളിലേക്ക് പോയാൽ ഇഹ്തിഖാൻ ഉള്ളിലൂടെ താഴ്ഭാഗത്തിലൂടെ ഉള്ളിലേക്ക് പോയാലും നോമ്പ് മുറിയും. മുകളിലൂടെ കിട്ടിയാൽ മതിയോ എന്നതാണ്. 1 റക്അത്ത് കിട്ടിയാൽ പോരാ, തക്ബീറത്തുൽ ഇഹ്റാമിന് നേരത്തെ തന്നെ വരേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കറൻസിക്കും കച്ചവട ചരക്കിനും സക്കാത്ത് കൊടുക്കേണ്ടത് സ്വർണത്തിന്റെ കണക്കനുസരിച്ചാണോ വെള്ളിയുടെ കണക്കനുസരിച്ചാണോ? കച്ചവടത്തിന്റെ സക്കാത്ത് വെള്ളിയുടെ നിസാബ്, അപ്പൊ കഴിഞ്ഞ ആഴ്ച 38 റുപ്യാണ്, ഇപ്പൊ എത്ര അറിയില്ല. അങ്ങനെ വെള്ളിയുടെ കണക്ക് അനുസരിച്ച് 595.2 ഗ്രാം വെള്ളി, ആ വെള്ളിയുടെ തുക ഒരാളുടെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ചരക്കുണ്ടെങ്കിൽ ആ ചരക്കിന് സക്കാത്ത് കൊടുക്കണം. അപ്പോ സ്വർണ്ണാണോ അതല്ലേ നോക്കണ്ടത് എന്നാണ്. ഈ വെള്ളിക്ക് സക്കാത്തുണ്ട്, അതുപോലെ സ്വർണത്തിനും സക്കാത്തുണ്ട്. കച്ചവടത്തിൽ ചരക്കിന്റെ സക്കാത്ത് ഈ വെള്ളിയുടെ കണക്ക് കഴിഞ്ഞ് സ്വർണത്തിന്റെ കണക്കാകുന്നത് വരെ വെള്ളിയും തുടർന്ന് അങ്ങോട്ടുള്ളതിന് സ്വർണവുമാണ് പരിഗണിക്കേണ്ടത്. അതുപോലെ ഒരാൾ കയ്യിൽ 20 മിസ്കാൽ സ്വർണം, ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ 72 ഹബ്ബത്താണ്. ഒരു ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ 62.8 മില്ലിഗ്രാമാണ്. അപ്പൊ 62.8 ഇൻറ്റു 72 ഇൻറ്റു 20 കിട്ടിയാൽ എത്രയുണ്ടാകും? അത്ര, അഥവാ ഏകദേശം 11 പവനും 120 ഗ്രാമോ. 10.5 പവൻ എന്നൊരു വ്യാപക പ്രയോഗമുണ്ടെങ്കിലും അതിൻ്റെതായ കൃത്യം ഇങ്ങനെ വരിക. അതും പ്യൂർ സ്വർണമാവണം. സാധാരണഗതിയിൽ ഇന്ന് 22 ക്യാരറ്റ് സ്വർണം എന്ന് പറയാറുണ്ട്. 22 ഹരിക്കണം 24 എന്നുള്ളത് നോക്കുമ്പോഴാണ് ഈ 916 എന്നുള്ളതാവല്. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളത് ചെമ്പാണ്. ആ ചെമ്പ് 916 അതൊന്നും ഉണ്ടാവൂല. ചിലതൊന്നും ഇങ്ങനെ 911 80 ചില്ലാനം 80 ടച്ച്, ഈ ടച്ചുമുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് പലപ്പോഴും അത് ലാഭം അവർക്കൊക്കെ അങ്ങോട്ടും കൂടെ ആക്കൽ എന്നുള്ളതാണ്. അപ്പൊ ഈ പ്യൂർ സ്വർണത്തിന്റെ അളവ് ഇത്ര വേണം. അങ്ങനെ പ്യൂർ സ്വർണത്തിന്റെ അളവ് ഇത്രയുള്ളിടത്ത്, അതല്ലെങ്കിൽ അത്ര സ്വർണത്തിന്റെ
രൂപ തനി തങ്കം എന്ന് പറയുമ്പോൾ 24 ക്യാരറ്റ്. ഈ തങ്കം ഇത്രയുണ്ടെങ്കിലാണ് അതിന്റെ 2.5%. 2.5% എന്ന് പറഞ്ഞാൽ ഈ സംഖ്യയെ 100 കൊണ്ട് ഹരിച്ച് 2.5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത്. അപ്പോ 1 ലക്ഷം ആണെങ്കിൽ 2.5 ലക്ഷം രൂപ, അല്ലെ 2500 രൂപ സക്കാത്ത് കൊടുക്കേണ്ടതാണ് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ഇന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന സ്വർണം ചെമ്പ് കലർന്നതിനാൽ എത്ര പവനുണ്ടെങ്കിലാണ്? അത് ജല്ലറിക്കാരോട് ചോദിക്കണം, ഇതിൽ എത്ര ഞങ്ങൾ ചെമ്പ് കൂട്ടിയണത് നോക്കണം. അതിനനുസരിച്ചാണ് അത് മൈനസ് ചെയ്തിട്ട് അതിനനുസരിച്ച് കൂട്ടുക. പിന്നെ 5 കൊല്ലം മുമ്പ് അവകാശമായി കിട്ടിയ 2 ലക്ഷം രൂപ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതുകൊണ്ടെങ്കിലും വല്ല ചെമ്പും പാത്രം വാങ്ങിയാൽ മതി. സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിന് 5 കൊല്ലം 5 വർഷം മുമ്പുള്ള 5 ലക്ഷം. ആ 5 ലക്ഷം അന്നുള്ള നമ്മുടെ റിസർവ് ബാങ്ക് ഓഫർ ചെയ്തിട്ടുള്ള, വാഗ്ദാനം ചെയ്തിട്ടുള്ള മൂല്യം 5 ലക്ഷത്തിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടാകും. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോൾ 1.25 ഇല്ല എന്നുള്ളിടത്തോളാണ്. കാരണം കുറെ പൈസ എന്തായിക്കണ് അങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതോട്ട് എന്തെങ്കിലും സ്വർണ്ണോ ആഭരണങ്ങൾ മക്കൾക്കൊക്കെ കെട്ടിച്ചാൻ പോണ മക്കൾക്ക് ആരെങ്കിലുമൊക്കെ വല്ല ആഭരണം വാങ്ങിയിടുകയാണെങ്കിൽ, ഉപയോഗിക്കാനുള്ള ആഭരണം അങ്ങനെ വാങ്ങിയിടുകയാണെങ്കിൽ പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് നൊലോലിക്കേണ്ട ആവശ്യമല്ല. മറ്റേതെന്താണ് അറിയോ, ഇതിങ്ങനെ അടുത്തല്ലോ 1.25-ന്റെ 2.5% കൊടുത്തു, അത് കഴിഞ്ഞ് ബാക്കി അങ്ങനെ 1 ലക്ഷത്തിൽ ചില്ലാനുണ്ടായിരുന്നു, അതിന്റെയും കൊടുത്ത് 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 അവസാനം കുട്ടികളെ ICMB വാങ്ങി കോല് മാത്രം ബാക്കിയായിരുന്നായിരിക്കും ഒരു 18,000 ഉറുപ്പ്യായിട്ട് എന്താകും, 17,999 ഉറുപ്പ്യായിട്ട് അവിടെ ബാക്കിയാവും. അപ്പൊ പിന്നെ പ്രശ്നമല്ല. പിന്നെ അതുകൊണ്ട് എന്താക്കിയാൽ മതി, ഒരു പോത്തിനെ വാങ്ങിയിട്ട് അർത്ഥം വാരി കൊടുത്താൽ മതി, വിഷയം കഴിഞ്ഞു. പിന്നെ വേറെ മുക്കിട്ട് ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ അങ്ങനെ കോഴികൾ, നാൽക്കാലികൾ എന്നിവയിൽ ബർക്കത്ത് ഉണ്ടാവാനുള്ള സംഭവങ്ങൾ എന്താണ് എന്നതാണ്. ഈ തൗത്ത് എവിടെ വെച്ചാലാണ്, കൂടെ എവിടെ വെച്ചാലാണ് ബർക്കത്ത് ഉണ്ടാകുക, അല്ല കോഴികൾ ഉണ്ടാകുക എന്നൊക്കെ പറയാറുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നാൽക്കാലികൾക്ക് വടക്ക് ഭാഗത്ത് നിന്നോ കിഴക്ക് ഭാഗത്ത് നിന്നോ ഉള്ള എയർ കിട്ടിയിരിക്കണം. അപ്പൊ ആ എയറിനെ തടയുന്ന രൂപത്തിൽ വീട് സെൻട്രൽ വരികയാണെങ്കിൽ, എന്നുവെച്ചാൽ വീടിന്റെ തൊട്ടതെക്ക് അടുപ്പിച്ചിട്ട് കോഴിക്കൂട് അല്ലെ ആട്ടുംകൂട് വെക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവൂല, ആടുണ്ടാകാൻ പ്രയാസമാണ്. അപ്പൊ കുറച്ച് വിട്ട് വീടും ഈ കൂടും തമ്മിൽ ഒരു 5 മീറ്ററെങ്കിലും അകലം, കോഴിക്കൂടാണെങ്കിൽ ഒരു 2 മീറ്ററെങ്കിലും അകലം വെച്ച് കിഴക്കു നിന്നോ വടക്ക് നിന്നോ വടക്കോട്ട് മുഖം വെക്കുക. വടക്ക് നിന്നുള്ള കാറ്റ് കിട്ടണമെങ്കിൽ വടക്കോട്ട് മുഖം, കിഴക്ക് നിന്നുള്ള കാറ്റ് കിട്ടണമെങ്കിൽ കിഴക്കോട്ട് മുഖം. ആ നിലക്ക് കൂട് സംവിധാനിക്കുക. അപ്പൊ കൂടിന്റെ ആ മറവുകളും അതിനനുസരിച്ചാവണം. പിന്നെ കന്നുകാലികളിൽ ബറക്കത്തുണ്ടാവാൻ അൻആം സൂറത്ത് പതിവാക്കുന്നത് നല്ലതാണ്. ഒരു കൂട് സ്ഥാപിച്ച് അതിലൊരു കോഴിയെ, ഒരു പടക്കോഴിയെ, ഒരു പൂവൻ കോഴിയെയും അവിടെ കൊണ്ടുപോയി, വിവാഹിതരായ കോഴികൾ അവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ കോഴികൾ അത് പിന്നീട് അങ്ങനെ വളരണം എന്നുണ്ടെങ്കിൽ അൻആം സൂറത്ത് പാരായണം ചെയ്ത് അതിനെ വെക്കുന്നത് വലിയ ബറക്കത്തുള്ള കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഫാത്തിഹയും യാസീനും ഓതുന്നത് നല്ലതാണ് എന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അനന്തര സ്വത്ത് ഭാഗിക്കുന്നത്, നീണ്ടുപോകുന്നത് അവകാശികൾക്ക് പ്രശ്നമില്ലെങ്കിൽ മരണപ്പെട്ടയാൾക്ക് അതുകൊണ്ട് ഖബറിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നാണ്. അവകാശികൾക്ക് പ്രശ്നമില്ലെങ്കിലും അത് ഓഹരി ചെയ്യാനാണ് മയ്യത്ത് താല്പര്യപ്പെടുക എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നോമ്പിന്റെ മുദ് മിസ്കീനായ സയ്യിദിന് നൽകാമോ എന്നതാണ്. സക്കാത്തിന്റെ ബദല്, സക്കാത്തിന്റെ വിഷയം ബനു ഹാഷിം, ബനു മുത്തലിബ് ആ കുടുംബങ്ങൾക്ക് നൽകുന്നതിനെ കുറിച്ച് അതിൽ കൊടുക്കാൻ പാടില്ല എന്നതാണ് സക്കാത്തിൻ്റെത്. എന്നാൽ ഇത് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഫിത്ർ സക്കാത്ത് നമ്മൾ വിശദീകരിക്കുമ്പോൾ അവകാശികൾ പറയുമ്പോൾ തങ്ങന്മാർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമല്ലേ എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ ഈ വിഷയത്തിന്റെ മറുപടി പറയാം. ഖുർആൻ ഓതുവാനും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഉറക്കം വരുന്നു, നീച്ച് നടക്കുക.
ഇതിൽ നിന്നും രക്ഷ നേടാൻ വല്ല ദിക്റും ഉണ്ടോ എന്നാണ്. ഉറക്കം വരാതിരിക്കാൻ ദിക്റ് എല്ലാം പറഞ്ഞാൽ 33 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് പറഞ്ഞാൽ അതേ ഇല്ലിക്കൊണ്ട് അങ്ങനെ ഉറങ്ങും. അങ്ങനെയാണുള്ള സംഭവം. അപ്പൊ പിന്നെ അതില്ലാതിരിക്കാന് ഒന്ന് രാവിലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഖിബ്ലക്ക് മുന്നിട ഒന്ന് വുദു പോയിരിക്കാൻ അങ്ങനെ ഉഷാറായിട്ട് തലേന്ന് ഫുള്ള് ഉറക്കൊഴിച്ചാലാണെങ്കിൽ കുറച്ചു നേരം പോയിട്ട് ഉറങ്ങണതും നല്ലതാണ്. പിന്നെ വെറുതെ നമ്മളിങ്ങനെ ഇരുന്നുകാണ്ട് ഇങ്ങനെ ഖുർആൻ തിരിച്ചും മറിച്ച് ഓതേണ്ട ആവശ്യമില്ലല്ലോ. കുല്യായുൽ കാഫിറൂൻ ഓതിയാലും കഴിച്ചൂല. അത് പിന്നെന്താണ്? അപ്പോൾ എന്നാ മട്ടത്തിലാകുക. ലാ ഹൗല ചെല്ലുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തെങ്കിലും ഉണ്ടോ? ആ ഇഞ്ചി ഔഷധമാണ്, നാരങ്ങ ഔഷധമാണ്, രണ്ടും കൂടി കൂടുമ്പോ വിഷമാണ്. അപ്പൊ ലൈം കുടിക്കാൻ പാടില്ല. ആ ജ്യൂസ് മേക്കറാണല്ലേ? റഹ്മാനാണ്. എന്താട്ടെ, ഞാൻ ബുക്കിൽ വായിച്ചു പറഞ്ഞതാണ്. നിങ്ങൾ എന്ത് മേക്കറാണായിക്കോള്. അതായത് സംഭവം അങ്ങനെയാണ്. ഏത് ഇപ്പൊ നമ്മള് വിഷമുള്ള പച്ചക്കറി എന്നായിരിക്കുന്നത്. അപ്പൊ നമ്മള് കൽപ്പിച്ചുകൂട്ടി ഇത് കൊടുക്കണ്ട. അപ്പൊ നമ്മള് ഈ ലൈമല്ലാത്ത നമുക്ക് വേറെ സംഗതികൾ എന്താക്കുക, ലൈം കൊടുക്കുമ്പോഴും എന്താക്കുക, ഇഞ്ചി വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതാക്കുക അല്ലേ. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞാല് ഇനി ഒരാൾ നീച്ചോറ എനിക്ക് സിഗരറ്റും കച്ചവടമാണ് ഞാൻ എന്താ കാട്ടേണ്ടതെന്ന് വെച്ചാല്, അങ്ങനെ ആൾക്കാരും പല ആൾക്കാരും ഇവിടെ സദസ്സിൽ എനിക്കറിയാം. കുറെ ആൾക്കാർ പലരും ഉണ്ടല്ലോ. ചില ആൾക്കാർ അങ്ങനെ, ചില ആൾക്കാർ ഇങ്ങനെ, അങ്ങനെ വരും. അത് ശരിയാണ്. സുന്നികളുടെ പ്രവർത്തനത്തെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തെ ശിർക്കായി ബിദ്അത്തായി തള്ളിക്കളയുന്ന, അവർ ചെയ്യുന്നത് ശിർക്കാണ് കുഫറാണ് എന്ന് പറയുന്ന ആളുകൾ, അവര് സുന്നികളെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുന്നുണ്ട്. സുന്നികൾ അർത്ഥത് ഭക്ഷിക്കുന്നുണ്ട്. സുന്നിയായ പിതാവ് മരണപ്പെട്ടാൽ വഹാബിയായ മകൻ വന്നിട്ട് വാപ്പ സുന്നി ആയതുകൊണ്ട് എനിക്ക് മുതൽ വേണ്ടെന്ന് പറയലില്ല. അപ്പോ എന്താണത് സംഭവം എന്നുള്ളതാണ്. അതെന്താന്ന് പറഞ്ഞാൽ ഓർക്ക് ഒരാശയത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്. കാരണം ശിർക്ക് ചെയ്ത ആൾക്കാരോട് ശിർക്ക് ചെയ്യണത് ശിർക്കാണെങ്കിൽ പിന്നെ ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ അർത്ഥം തിന്നാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെന്താണ്, കല്യാണത്തിന് പോയിട്ട് എനിക്ക് കുമ്പളങ്ങ മതി, എന്തേ, അത് നമ്മളെ വാപ്പുട്ടി അർത്ഥതല്ലേ, ഓ സുന്നിയല്ലേ എന്നൊരൊറ്റ ഒന്നും പറയലില്ല. നേരെ തിന്നലാം, ചങ്കിലടക്കരാൻ അങ്ങോട്ട് അല്ലേ. അപ്പൊ പിന്നെന്താണ്, ആ ഒരു വിഷയത്തിൽ അവർക്ക് ആത്മാർത്ഥതല്ല എന്നുള്ളതിന്റെ പേരിലാണ് അതും കൂടെ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത് അവസാന കാലം ചില ആൾക്കാർ വരും, യഖൂലൂന മാല യഫ്അലൂന യഫ്അലൂനമായ പറയണതല്ല ചെയ്യുക, ചെയ്യണതല്ല കാട്ടുക എന്ന് പറയാ എന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ബാലപാലസില്, ഷറഫിയയില് അല്ലെ. അങ്ങനെ സൗദിയിലെ പല ഭാഗങ്ങളിലും മൗലൂദ് വിദേശ രാഷ്ട്രങ്ങളില്ല എന്ന് പറയുന്നു. അവിടെയുള്ള പത്തനികളായ ആളുകൾ തന്നെ മൗലൂദ് ഓതുന്നതിന്റെ ഒരുപാട് ക്ലിപ്പുകൾ നമ്മളൊക്കെ പല ഭാഗങ്ങളിലും കാണിച്ചിരുന്നു. അതുണ്ടേനും, അത് പലപ്പോഴും ഉണ്ട്. അതുപോലെ മദീനയിലും അതുപോലെ ഷറാട്ടൻ ഹോട്ടൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, അങ്ങനെ ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിലും ഉണ്ട്. സഹോദരൻ വഹാബിയായാൽ ആ വഹാബിയായ സഹോദരനെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അവൻ ഒരിക്കലും വരാൻ സാധ്യതയില്ലെങ്കിൽ അവന്റെ ശർറിനെ തൊട്ട് അള്ളാഹുവോട് കാവലും ചോദിക്കുക. മക്കളോടൊക്കെ അവരോട് ബന്ധപ്പെടുന്നതിനെ തൊട്ട് സൂക്ഷിക്കാനും പറയുക എന്നതാണ്. നെറ്റ് മരിച്ച് മരണപ്പെട്ട ആളുകളുടെ നെറ്റിത്തടത്തിൽ ചില ദിക്റുകൾ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് വെളിവാകുന്ന രൂപത്തിലുള്ളത്, അത് മയ്യത്ത് മുകളിലാണെങ്കിലും കഫംപുടയുടെ മുകളിലാണെങ്കിലും എഴുതാൻ പാടില്ല. കാരണം ഇതൊക്കെ പിന്നീട് രക്തവും ചലത്തിനോടൊക്കെ കലരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരിക്കലും പാടില്ല. നേരെ മറിച്ച് വെള്ളം ഉപയോഗിച്ച് കഫംപുടയിൽ ഇങ്ങനെ എഴുതി, അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ എഴുതിയാൽ അങ്ങനെ എഴുതുന്നതിന് വിരോധം ഇല്ല എന്ന് ഇമാം ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഓർക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഓരെ എഴുതേണ്ട ആവശ്യമല്ല. അർത്ഥം തിന്നാൻ പറ്റുമോ എന്നുള്ളതാണ്.
വഹാബികൾ അർത്ഥം തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉസൂലുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, വല തഹില്ലു ദബീഹതഹും, അവര് അറുത്തതും ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരർത്ഥത് തിന്നണ്ട, സുന്നിയുടെ അർത്ഥം തന്നെ തിന്നുന്നുണ്ട്. ഓൽക്ക് നമ്മളത് പറ്റുമെങ്കിൽ നമുക്ക് വലുത് പറ്റൂല എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. ആ മരുന്ന് അല്ലേ? ഞാൻ അപ്പം മരുന്ന് പറയുകയാണെങ്കിൽ പിന്നെ വൈദ്യശാപ്പ് തുടങ്ങേണ്ടി വരും. ഇവിടെ മരുന്ന് കരിഞ്ചീരകം, തുളസിൻ്റെ ഇല, പച്ചമഞ്ഞൾ തൊലി കളഞ്ഞിട്ട് രാത്രി വെള്ളത്തിലിട്ടേക്കുക. ആ വെള്ളം മാത്രം, ആ സാധനം ഇങ്ങനെ വെള്ളം മാത്രം അരിച്ചെടുത്തിട്ട്, അരച്ചിട്ടല്ല അരിച്ചെടുത്തിട്ട് വെള്ളം മാത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ കുടിക്കുക. ഓക്കെ, എന്നാൽ അതിന് ബർക്കത്തോടെയും കിട്ടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കാന അല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. أستغفر الله العظيم. 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 جددوا إيمانكم ونوروا قلوبكم ورطبوا ألسنتكم بقوله لا إله إلا الله. 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 إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടത് സമയം ചെലവഴിച്ചത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും പകർത്താനും ഉൾക്കൊള്ളാനും സാധുക്കളായ ഞങ്ങൾക്ക് അവസരം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഇബാദത്തിന്റെ സ്വീകാര്യതയ്ക്ക് തടസ്സമുള്ള അപാകതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് വിട്ടുപുറത്ത് മാഫാക്കി തരണം അല്ലാഹ്. ഇത്ഖും മിനന്നാർ, നരകമോചിതരിൽ ഞങ്ങളെ എല്ലാവരെയും പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, ഇത് ഞങ്ങളെ ഒടുവിലത്തെ റമളാനാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ അനുഭവിച്ചതും വരും കാലങ്ങളിൽ അനുഭവിക്കാനിരിക്കുന്നതും ഞങ്ങൾ നിലവിലുള്ളതുമായ റമളാനുകൾ അനുകൂലമായി സാക്ഷി നിൽക്കണം അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഇവിടെ ഇസ്സത്തോടു കൂടെ കഴിയുന്ന ഞങ്ങൾ പരലോകത്തെത്തുമ്പോൾ അവിടെ ഞങ്ങളെ വഷളാക്കല്ല തമ്പുരാനെ.
റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കളെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണം അല്ലാ. മക്കൾ കാരണം കണ്ണീര് കുടിക്കുന്ന ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. റബ്ബേ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ, ജോലികളിൽ, എല്ലാ സംരംഭങ്ങളിൽ, നാട്ടിൽ, വീട്ടിൽ, കുടുംബങ്ങളിൽ, ഭാര്യമക്കളിൽ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും ബറക്കത്ത് നൽകണം അല്ലാ. എല്ലാ മേഖലയിലും ബറക്കത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ അടുപ്പിക്കണം അല്ലാ. റബ്ബേ, ഞങ്ങളോട് ബന്ധമുള്ള ഒരുപാട് ആളുകൾ രോഗികളാണ്, ശിഫ പ്രദാനം ചെയ്യണം അല്ലാ. ഇബാദത്ത് മുടങ്ങുന്ന രോഗം നൽകല്ല അല്ലാ. റൂഹ് പിരിയുന്നത് വരെ ചെയ്യുന്ന ഇബാദത്തുകൾ കോട്ടം തട്ടാതെ നിർവഹിക്കാൻ ഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ബന്ധമുള്ള കുറെ ആളുകൾ ഖബറിലാണ്, സന്തോഷം നൽകണം അല്ലാ. അല്ലാഹുവേ, വെളിച്ചം നൽകണം അല്ലാ, വെളിച്ചം നൽകണം അല്ലാ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങൾക്ക് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ വരാനുള്ളവരാണ്. റാഹത്തുള്ള ദിവസം വുളൂഓട് കൂടെ ചെയ്ത അമലിൽ സായുജരായി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന സജ്ജനങ്ങളിൽ പെടുത്തണം അല്ലാ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ അല്ലാ, സ്വർഗവും പരലോകവും വിജയിപ്പിക്കണം അല്ലാ. ഹൗദുൽ കൗസറും അർശിന്റെ തണലും നൽകണം അല്ലാ. പടച്ചവനെ, ചോദിച്ച കാര്യങ്ങൾ, ചോദിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഭാര്യമക്കൾ ആര് ഞങ്ങളോട് എങ്ങനെ ഏതെല്ലാം നിലയിൽ ബന്ധമുണ്ടോ എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തണം അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് കിട്ടുന്ന വേദികൾ നിങ്ങൾക്കൊക്കെ ദ്വാരക്കാമെന്ന് ഏറ്റെടുത്ത് വാഖിർ ദഅവാന